ओम शांति शांति। ओम शांति शांति। अंतर मन में ज्योति जगा लो, होगा दूर अंधेरा। शिव का कर लो ध्यान, आ रहा पावन पुण्य सवेरा। से आए अपने आप को जानो, राजयोग के द्वारा अपना परम पिता पहचानो। इसी राजपथ पर चलकर पालो अपना बसेरा। तुम हो आत्मा तन से न्यारे, परमात्मा को प्यारे। दिव्य गुणों को धारण करके योगी बनो दुलारे। ज्योति बिंदु ही तोड़ेगा ये माया मोह का घेरा। अंतर मन में ज्योति जगा लो, होगा दूर अंधेरा। ओम शांति शांति। ओम शांति। अब शांति ശുഭവേദ മുരളി ഡേറ്റ് 27/5/24 मीठे बच्चे याद में रहकर भोजन बनाओ तो खाने वालों का हृदय शुद्ध हो जाएगा. മധുരമായ കുട്ടികളെ ഓർമ്മയിലിരുന്നു കൊണ്ട് ഭോജനം ഉണ്ടാക്കുക. അപ്പോൾ കഴിക്കുന്നവരുടെ ഹൃദയം ശുദ്ധമാകും. ഓർമ്മയിലിരുന്നു കൊണ്ട് ഭോജനം തയ്യാറാക്കുക. അപ്പോൾ കഴിക്കുന്നവരുടെ ഹൃദയം ശുദ്ധമാകും. तुम ब्राह्मणों को भोजन बहुत ही शुद्ध होनी चाहिए. നിങ്ങൾ ബ്രാഹ്മണരുടെ ഭോജനം വളരെ ശുദ്ധമായിരിക്കണം. प्रश्न सतयुग में तुम्हारे दर पर कभी भी काल नहीं आता है क्यों? ചോദ്യം സത്യയുഗത്തിൽ നിങ്ങളുടെ വാതിലിൻ്റെ മുന്നിൽ ഒരിക്കലും കാലൻ വരില്ല, എന്തുകൊണ്ട്?
എന്താ കാരണം? ആത്മബോധത്തിലിരിക്കുന്ന കാരണം, संपूर्ण पवित्राय कारण। अच्छा उत्तर, क्योंकि संगम पर तुम बच्चों ने बाप द्वारा जीते जी मरना सीखा है। എന്തുകൊണ്ടെന്നാൽ ഉത്തരം, എന്തുകൊണ്ടെന്നാൽ സംഗമയുഗത്തിൽ നിങ്ങൾ കുട്ടികൾ ബാബയിലൂടെ ജീവിച്ചിരുന്നു കൊണ്ട് മരിക്കാൻ പഠിച്ചു. जो अभी जीते जी मरते उनके दर पर कभी काल नहीं आ सकता. ആരാണോ ഇപ്പോൾ ജീവിച്ചിരുന്നു കൊണ്ട് മരിക്കുന്നോ അവരുടെ വാതിലിക്കൽ ഒരിക്കലും കാലൻ വരാൻ സാധ്യമല്ല. തും യഹാ ആയേ ഹോ മർന സീഖ്നെ. നിങ്ങൾ ഇവിടേക്ക് വരുന്നത് മരിക്കാൻ പഠിക്കാൻ. सत्युग है अमरलोक, वहाँ काल किसी को भी कहता नहीं. സത്യുഗ അമരലോകമാണ്. അതുകൊണ്ട് അവിടെ കാലൻ ഒരിക്കലും കിസി കോബി കാത്താനാഹി, ആരെയും കൊണ്ടുപോവാനത്തോ തിന്നാൻ സാധ്യമല്ല. രാവണ രാജ്യ ഹെ മൃത്യുലോക്. രാവണന്റെ രാജ്യം മൃത്യുലോകമാണ്. इसलिए यहाँ सभी की अकाले मृत्यु होते रहते. അതുകൊണ്ട് ഇവിടെ എല്ലാവർക്കും അകാല മൃത്യുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് സത്യയുഗത്തിൽ നമ്മുടെ ആരുടെ വാതിലിക്കൽ ഒരിക്കലും കാലന് വരാൻ സാധ്യമില്ല. എന്തുകൊണ്ടെന്ന് പറഞ്ഞു? എന്തുകൊണ്ടെന്നാൽ സംഗമയുഗത്തിൽ നിങ്ങൾ കുട്ടികൾ ബാബയിലൂടെ ജീവിച്ചിരുന്നു കൊണ്ട് മരിക്കാൻ പഠിച്ചു. ആരാണ് ഇവിടെ ജീവിച്ചിരുന്നു കൊണ്ട് മരിക്കുന്നോ അവരുടെ വാതിൽക്കൽ ഒരിക്കലും കാലൻ വരാൻ സാധ്യമല്ല. നിങ്ങളിവിടെ വരുന്നത് മരിക്കാൻ പഠിക്കാൻ വേണ്ടിയാണ്. സത്യയുഗ അമരലോകാണ്. അതുകൊണ്ട് അവിടെ കാലൻ ഒരിക്കലും ആരെയും തിന്നില്ലത്തോ കൊണ്ടുപോവില്ല. രാവണന്റെ രാജ്യം മൃത്യുലോകാണ്. അതുകൊണ്ട് ഇവിടെ എല്ലാവർക്കും അകാല മൃത്യുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഓം ശാന്തി. मीठे मीठे बच्चे प्रदर्शनी देखकर आते तो बुद्धि में वही याद रहनी चाहिए. നിങ്ങൾ മധുരമധുരമായ കുട്ടികളെ എപ്പോഴാണോ പ്രദർശനികൾ കണ്ടിട്ട് വരുന്നു അപ്പോൾ നിങ്ങളുടെ ബുദ്ധിയിൽ അത് തന്നെ ഓർമ്മയുണ്ടാകണം. ഹം കൈസെ ശൂദ്രത്തെ അബ് ബ്രാഹ്മൺ ബനെ ഫിർ ദേവത സൂര്യവംശി ചന്ദ്രവംശി ബനെങ്കെ. ഞങ്ങളിങ്ങനെയാണ് ശൂദ്രരായിരുന്നു, ഇപ്പോൾ ബ്രാഹ്മണരായി, പിന്നെ ഭാവിയിൽ ദേവത ക്ഷത്രിയ വംശത്തിൽ വരും, അതായത് സൂര്യവംശി ചന്ദ്രവംശികളാവും. ഈ സംഗമയുഗി ഡബൽ പ്രദർശനിമേ രഖ്നായ. അതുകൊണ്ടാണ് സംഗമയുഗി മോഡൽ പ്രദർശനിമേ രഖ്ന. അതുകൊണ്ട് സംഗമയുഗത്തിൻ്റെ മോഡൽ പ്രദർശനികൾ വെക്കണം. കലിയുഗ और सत्युग के बीच में अब ये संगमयुग है. സംഗമയുഗത്തിൻ്റെ ഈ ഒരു മോഡൽ പ്രദർശനികളിൽ വെക്കണം. അങ്ങനെ കലിയുഗ സത്യയുഗത്തിൻ്റെ മധ്യത്തിലാണ് ഈ സംഗമയുഗമുള്ളത് എന്ന് കൂടി അവിടെ വെക്കണം. തോ സംഗമയുഗി മോഡൽ ബീച്ച് മേ ഹോ. അതുകൊണ്ട് സംഗമയുഗത്തിൻ്റെ ആ മോഡൽ എവിടെ വെക്കണം? കലിയുഗത്തിൻ്റെയും സത്യയുഗത്തിൻ്റെ ഇടയ്ക്ക് വേണം ആ മോഡൽ വെക്കാൻ. उसमें 15-20 सफ़ेद पोष वाले बिटाना चाहिए तपस्या. ആ സൃഷ്ടിചക്രം, അതായത് കലിയുഗത്തിൻ്റെ അവസാന സത്യയുഗത്തിൻ്റെ ആദ്യം ഈ സംഗമയുഗത്തിൽ 15-20 വെള്ള വസ്ത്രധാരികളെ അവിടെ ഇരുത്തു വേണം. തപസ്യ എങ്ങനെ ഇരുത്താം? തപസ്സിലിരുത്തണം. जैसे सूर्यवंशी दिखाते हैं तो चंद्रवंशी भी दिखाना पड़े.
ऐसे बनाना जो मनुष्य समझ जाए कि यही तपस्या कर ऐसा बनते हैं. എങ്ങനെയാണ് സൂര്യവംശികളെ കാണിക്കും അതേപോലെ ചന്ദ്രവംശികളെ കാണിക്കണം. അങ്ങനെ നമ്മൾ ഉണ്ടാക്കണം, മനസ്സിലാക്കണം. ഇവിടെ തപസ് ചെയ്തിട്ടാണ് ഭാവിയിൽ ഇവരെ ഇങ്ങനെയായി മാറും. ജൈസെ തുമ്ഹാരെ ശുരു കെ ചിത്ര ബി ഹെ സാധാരണ തപസ്യാക്കി അവർ ഭവിഷ്യ രാജായി പതുക്കി. എങ്ങനെ നമ്മുടെ ആദ്യ ചിത്രങ്ങൾ ഉണ്ടായിരുന്നു ഒന്ന് സാധാരണ തപസ്സിൻ്റെ ചിത്രം, പിന്നെ ഭാവി സത്യയുഗി ദേവതകളുടെ ചിത്രം. വൈസെ എ ബി ബനാനാപ്പടെ അതേപോലെ ഇതുകൂടി ഉണ്ടാക്കേണ്ടി വരും. तो तुम समझा सकते हो ये वो बनते हैं दिखाना भी एक्यूरेट है. നിങ്ങൾക്കിത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ഇവർ ഇങ്ങനെയായി മാറും, ഇവർ ഇപ്പോൾ ഇങ്ങനെയാണ്, ഭാവിയിൽ ഇതായി മാറും. അതുകൊണ്ട് കൃത്യമായി ആ സംഗമയുഗ കാണിക്കണം. ഹം ബ്രഹ്മകുമാർ കുമാരിയ രാജयोग सीखकर ये बनते हैं. ഞങ്ങൾ ബ്രഹ്മകുമാർ കുമാരിമാരാണ്, രാജയോഗ പഠിച്ചിട്ടാണ് ഭാവിയിൽ ഇങ്ങനെയാവും. तो संगम युग भी ज़रूर दिखाना पड़े. तो तुम बच्चे देखकर आते हो तो सारा दिन वो नॉलेज बुद्धि में रहनी चाहिए, तभी ज्ञान सागर के बच्चे तुम मास्टर ज्ञान सागर कहला सकते हैं. എങ്ങനെയാണ് നിങ്ങൾ കുട്ടികളെ പ്രദർശനികളെ കണ്ടുവന്നു, മുഴുവൻ ദിവസം ഈ ജ്ഞാന ബുദ്ധിയിൽ ഉണ്ടായിരിക്കണം. അപ്പോഴേ ഞങ്ങൾ ജ്ഞാനസാഗരൻ്റെ മക്കൾ മാസ്റ്റർ ജ്ഞാനസാഗർ എന്ന് പറയാൻ സാധിക്കും. अगर ज्ञान ही बुद्धि में ना रहे तो ज्ञान सागर थोड़े ही कहेंगे. അപ്പോൾ നമ്മുടെ ബുദ്ധിയിൽ ജ്ഞാനം തന്നെ ഇല്ല, അപ്പോൾ അവർ ജ്ഞാനസാഗരൻ എന്ന് പറയാൻ സാധ്യമല്ല. सारा दिन बुद्धि में इसमें ही लगे रहे तो फिर बंधन भी टूटते जाएंगे. മുഴുവൻ ദിവസം നമ്മുടെ ബുദ്ധിയിൽ ഈ ജ്ഞാനം ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കണം, അപ്പോൾ നമ്മുടെ ബന്ധനം കൂടി ഇല്ലാതെയാവും. हम भी ब्राह्मण ही फिर देवता बनते. നമ്മൾ ബ്രാഹ്മണരാണ്, ഭാവിയിൽ ദേവതകളാവും. अगर अच्छी रीति पुरुषार्थ नहीं करेंगे तो ക്ഷത്രിയ കുൽ में चले जाएंगे. അപ്പോൾ ഞങ്ങൾ നല്ല പോലെ പുരുഷാർത്ഥം ചെയ്തില്ലെങ്കിൽ നമ്മളൊക്കെ ക്ഷത്രിയ കുല ചന്ദ്രവംശത്തിലേക്ക് പോകും. വൈകുണ്ഠ ദേക്കാ ബി നഹി സക്തേ. നമുക്ക് വൈകുണ്ഠ കാണാനും സാധിക്കില്ല, അതായത് സത്യയുഗം നമുക്ക് കാണാനാവില്ല. मुख्य तो है ही वैकुंठ, वंडर ऑफ द वर्ल्ड सत्य को कहा जाता है, इसलिए पुरुषार्थ करना है. മുഖ്യമായിരിക്കുന്നത് വൈകുണ്ഠാണ്. ഇതിനെയാണ് നമ്മൾ വണ്ടർ ഓഫ് ദ വേൾഡ്, ഈ ലോകത്തിലെ ഏറ്റവും അത്ഭുതകരമായ സ്ഥലമാണ് അഥവാ സാധനമാണ് സത്യയുഗ സ്വർഗം. അതിനുവേണ്ടി ഞങ്ങൾ പുരുഷാർത്ഥം ചെയ്യണം. തുമ്ഹാരെ ദോനോ ചിത്രോനി ചായി, അവിടെ രണ്ട് ചിത്രങ്ങൾ ഉണ്ടാവണം. ഏത് രണ്ട് ചിത്രം? സൂര്യവംശി ചന്ദ്രവംശി. പിന്നെ ഏത് രണ്ട് ചിത്രം നമുക്ക് വേണ്ടത്? രണ്ട് ചിത്ര വേണം. ये रंगीन ड्रेस हो गहनों आदि से सजाया हुआ और ये तपस्या. സംഗമയുഗത്തിൻ്റെ സത്യയുഗത്തിൻ്റെ ഒന്ന് നമ്മൾ നല്ല കളർ ഡ്രസ്സ് ഇട്ട ഡ്രസ്സോ ആഭരണങ്ങൾ ധരിച്ചിരിക്കുന്ന ചിത്രം, അതായത് ലക്ഷ്മി നാരായണൻ്റെ ചിത്രം. മറ്റേത് തപസ്സിൻ്റെ ചിത്രം, അതായത് സംഗമയുഗത്തിൻ്റെ ചിത്രം. അങ്ങനെ രണ്ട് ചിത്രങ്ങളും വേണമെന്നാണ് ബാബ പറയുക. तो ये समझेंगे यही सूक्ष्म तन में बैठे हैं, ड्रेस तो बदल सकते. ഇതേ രൂപം ആഭരണങ്ങളിട്ട പട്ടുവസ്ത്രങ്ങളിട്ട ആ ഒരു ചിത്രം സത്യയുഗത്തിൻ്റെ, പിന്നെ സംഗമയുഗത്തിൻ്റെ തപസ്സിൻ്റെ ചിത്രം. അപ്പോൾ എല്ലാവരും മനസ്സിലാക്കൂ, സൂക്ഷ്മതലത്തിൽ ഇവർ തന്നെയാളെ ഇരിക്കുക, ഇതേ രൂപമാണല്ലോ സൂക്ഷ്മതലത്തിൽ ഉണ്ടാവുക. അപ്പോൾ അവർ മനസ്സിലാക്കൂ, ഡ്രസ് തോ ബദൽ സക്തേ, ഡ്രസ്സ് മാറ്റാം. സംഗമയുഗത്തിലുള്ള ഡ്രസ്സല്ല സത്യയുഗത്തിലുണ്ടാവുക. തപസ്സിൻ്റെ ഡ്രസ്സ് വേറെ തന്നെയാണ്, രാജ്യഭരണത്തിൻ്റെ ഡ്രസ്സ് വേറെയാണ്. അതുകൊണ്ട് നമുക്ക് രണ്ട് ചിത്രം ഉണ്ടായിരിക്കണം. ഒന്ന് സത്യയുഗത്തിൻ്റെ രാജ്യഭരണത്തിൻ്റെ ചിത്രവും പിന്നെ തപസ് ചെയ്യുന്ന ചിത്രം. ഫീച്ചേഴ്സ് ബദൽ നഹി സക്തേ, ഡ്രസ്സ് മാറ്റാം പക്ഷേ ചിത്രം മാറ്റാനാവില്ല. वो हुआ अपवित्र प्रवृत्ति मार्ग, ये है പവിത്ര പ്രവൃത്തി മാർഗ്. അതുകൊണ്ടാണ് ബാബർ അത് അപവിത്ര പ്രവൃത്തി മാർഗ, ഇത് പവിത്ര പ്രവൃത്തി മാർഗം. ജിസ്സെ സംജോ യേ സ്ഥാപന കർ രഹെ. ഇപ്പം നമ്മൾ മനസ്സിലാക്കുക, ഇവിടെ പവിത്ര പ്രവൃത്തി മാർഗം നമ്മൾ സ്ഥാപിച്ചുകൊണ്ടിരിക്കുകയാണ്. യഹി ഫിർ वो बनते हैं जो मेहनत करेंगे वही पाएंगे. ഇവർ തന്നെയാണ് ഭാവിയിൽ ഇങ്ങനെയാവാം.
അതായത് ഈ തപസ്സിലൂടെ സത്യയുഗത്തിൽ ഈ ആഭരണം ധരിച്ചിരിക്കുന്ന ഒരു ചിത്രമായി മാറും, അതായത് ലക്ഷ്മി നാരായണരായി മാറും. അതുകൊണ്ടാണ് ബാബ പറയുക, ഇത് നമുക്ക് ആര് ചെയ്യുന്നു അവർക്കത് കിട്ടും. സത്യയുഗത്തിൻ്റെ പദവി, സത്യയുഗത്തിൽ ഇങ്ങനെ ആഭരണങ്ങളിട്ട ഈ സൗന്ദര്യമുള്ള ശരീരം അങ്ങനെയുള്ള ഡ്രസ്സ് കിട്ടണമെന്നുണ്ടെങ്കിൽ ആര് പുരുഷാർത്ഥം ചെയ്യുന്നു അവർക്കത് കിട്ടും. ബ്രാഹ്മൺ ബന്നെ വാലേ തോ ബഹുത് ഹെ, ഈ സമയത്തും തോടെ ഹോ. ബ്രാഹ്മണരാകുന്നവർ ഇന്ന് കുറേ പേരുണ്ട്, പക്ഷേ ഈ സമയം നമ്മൾ കുറച്ച് പേരേ ഉള്ളൂ. ദിൻ പ്രതിദിൻ വൃദ്ധിക്കോ പാത്തേ രഹെങ്കെ, ദിനം പ്രതി അഭിവൃദ്ധി ആയിക്കൊണ്ടേയിരിക്കും. സാരാ സൃഷ്ടി ചക്ര കൈസേ ഫിർത്ത ബുദ്ധി മേ ഹെ, ഹം തപസ്യ കർ രഹെ ഫിർ ഏ ബനേങ്കെ. നമ്മളെ മുഴുവൻ സൃഷ്ടി ചക്രം എന്താണത് നമ്മുടെ ബുദ്ധിയിലുണ്ട്. ഇന്ന് ഞാൻ തപസ് ചെയ്യുന്നു, നാളെ ലക്ഷ്മി നാരായണരെ പോലെയാവി രാജ്യം ഭരിക്കും. ഇസ്കോ ഹി കഹാ ജാത്താ ഹെ, ഇതിൻ്റെ പേരാണ് ഇപ്പം ഞാൻ തപസ് ചെയ്യുന്നു, സത്യവത്തിൽ ദൈവത്തെയാവണു. ഇതിനെന്താ പറയുക? സ്വദർശന ചക്രധാരി. എല്ലാവരുടെ ബുദ്ധി എവിടെയാണോ ഒന്നും ക്യാച്ച് ചെയ്യുന്നില്ലല്ലോ. ബാബ പറയാ, നമ്മൾ സംഗമയുഗത്തിന് സത്യയുഗത്തിലേക്ക് പോകുന്നു. ശൂദ്രരായിരുന്നു, ഇപ്പം നമ്മൾ ബ്രാഹ്മണരായി. അങ്ങനെ ഈ സൃഷ്ടി ചക്ര കറങ്ങിക്കൊണ്ടേയിരിക്കും. നമ്മുടെ ബുദ്ധിയിൽ ഇതുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ എന്താ പറയുക? സ്വദർശന ചക്രധാരി. अच्छा, സ്വദർശൻ ചക്രധാരി ഹോ ബൈഠന ക്യോങ്കി ബുദ്ധി മേ തോ സാരി നോളേജ് ഹെ. നമ്മൾ ഇവിടെ ഇരിക്കുമ്പോൾ സ്വദർശന ചക്രധാരികളായിരിക്കണം. എന്താ കാരണം? മുഴുവൻ ജ്ഞാനം നമ്മുടെ ബുദ്ധിയിലുണ്ട്. ഹം ക്യാ തേ അഫിർ ക്യാ ബന്നെ വാലേ, നമ്മൾ എന്തായിരുന്നു ഇപ്പോൾ നമ്മൾ എന്തായി മാറും. സ്റ്റുഡൻറ്റ് ടീച്ചർക്കോ തോ സറൂർ യാദ് കരേങ്കെ തുംകോ ബി ബാപ്കോ യാദ് കർന. വിദ്യാർത്ഥികൾ ടീച്ചറെ ഓർമ്മിക്കുക, അതേപോലെ നമ്മൾ അച്ഛനെ ഓർമ്മിക്കണം. याद की यात्रा से ही पाप कटते हैं, आत्मा पवित्र हो जाती तो फिर शरीर भी पवित्र मिलता. ഓർമ്മയുടെ യാത്രയിലൂടെയാണ് പവിത്രാവുക. പാപ ഇല്ലാതെയോ ആത്മാവ് പവിത്രായി മാറും. तो फिर शरीर भी पवित्र मिलेगा. യോഗ ചെയ്താൽ പാപഭസ്മാവും, ആത്മാ പവിത്രാവും. പവിത്രായി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ശരീരം പവിത്രമായ ശരീരം കിട്ടും. जो शूद्र से ब्राह्मण बनते वही फिर देवता बनेंगे. ആരാണോ ശൂദ്രന് ദേവതകളാവുന്നോ അവർ തന്നെയാണ് ബ്രാഹ്മണരായി പിന്നെ ദേവതകളാവും. इसका जितना बड़ा मॉडल हो अच्छा है, क्योंकि लिखना भी पड़ता है संगमयुगी पुरुषोत्तम बनने वाले ब्राह्मण. ഇത് എത്ര വലിയ മോഡലാക്കണോ അത്ര നല്ലതാണ് എന്നാണ് പറയുന്നത്. അതിൽ എഴുതി വെക്കണം, സംഗമയുഗി പുരുഷോത്തമരാകുന്നവരാണ് ബ്രാഹ്മണർ. സംഗമയുഗത്തിൽ ആറ് പുരുഷോത്തമരാകുന്നവരാണ് ബ്രാഹ്മണർ എന്ന് എഴുതി വെക്കണം. अभी तुमको बाँ बैठ पढ़ाते ऊपर में शिव बाबा के चित्र भी हो. ശിവബാബയാണ് നമുക്ക് ഇവിടെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് മുകളിൽ ശിവബാബയുടെ ചിത്രം കൂടി ഉണ്ടാവണം. ജോ തുംകോ പഠാത്തെ, നമ്മളെ പഠിപ്പിക്കുന്ന ടീച്ചർ ശിവബാബയായതുകൊണ്ട് അവിടെ ശിവബാബയുടെ ചിത്രം കൂടി ഉണ്ടാവണം. തും ഏ ബൻതേ ഹോ ഏ ബ്രഹ്മാ ബി തുമാരെ സാത്ത് ഹെ. നിങ്ങൾ ഇതായി മാറും, ഭാവിയിൽ ദേവതകളായി മാറും. അപ്പോൾ നമ്മുടെ കൂടെ ആരുണ്ട്? ബ്രഹ്മാ ബാബ കൂടി നമ്മുടെ കൂടെ ഉണ്ട്. ഓ ബി സഫേദ് പോഷ്ദാരി സ്റ്റുഡൻ്റ് ഹെ. നമ്മൾ മാത്രമല്ല, ബ്രഹ്മാ ബാബയുണ്ട്. കാരണം ബ്രഹ്മാ ബാബ വെള്ള വസ്ത്രം ധരിച്ചിരിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ്. നമ്മളിങ്ങനെ പഠിക്കുന്നു, അതുപോലെ ബ്രഹ്മാ ബാബ പഠിക്കുന്നു. മനുഷ്യത്തോ രാമരാജ്യക്കോ ബി നഹി മാനത്തെ ഗായ ബി ഹെ രാമരാജ് രാമപ്രജ. ചിലവർ രാമരാജ്യത്തിന് മാനിക്കില്ല. പക്ഷെ എല്ലാവരും എന്താ പറയുക? രാമരാജ രാമപ്രജ. അതായത് എങ്ങനെയാണ് രാജ അതുപോലെ തന്നെ പ്രജകളാണെന്ന് പറയും. സത്യുഗ് മേ തോ ധർമ്മ കാ രാജ്യ ഹി ഹെ, ബാക്കി ത്രേതാ കി ക്ഷത്രിയോं की गालियां कर दिया है. സത്യുഗ എന്ന് പറയുന്നത് ധർമ്മത്തിൻ്റെ രാജ്യമാണ്. പിന്നെ ത്രേതായുഗ വന്നപ്പോൾ എന്തായി? അവിടെയോ നിന്ദിക്കാൻ തുടങ്ങി. ശ്രീരാമൻ ത്രേതായുഗത്തിൽ ശ്രീരാമനാണ്. അപ്പോൾ ശ്രീരാമനെ കൂടി അവിടെ എന്ത് ചെയ്തു? നിന്ദിക്കാൻ തുടങ്ങി. സൂര്യവംശിയോं की ग्लानि नहीं की. ലക്ഷ്മീനാരായണൻ്റെ നിന്ദന എവിടെയില്ല. ക്ഷത്രിയ വംശത്തിലേക്ക് വരുമ്പോൾ അവിടെ എന്തുണ്ടായി? നിന്ദനകളുണ്ടായി. അതായത് രാമൻ സീതയെ ഉപേക്ഷിച്ചു അല്ലെ, എന്തൊക്കെയാണ് കഥകൾ പറയുന്നത്. അപ്പോൾ ത്രേതായുഗ തൊട്ട് ദ്വാപരയുഗ കലിയുഗ സത്യയുഗത്തിൽ മാത്രമാണ് ആരെയും നിന്ദിക്കാത്തത്. ലക്ഷ്മീനാരായണ സമ്പൂർണരാണ്.
തോ യേ ബി ലിഖ്നാ പടേ, ഇത് കൂടി നിങ്ങൾ എഴുതേണ്ടി വരും. സൂര്യവംശം എന്താണ്, ചന്ദ്രവംശം എന്താണ്, സൂര്യവംശികൾക്ക് എന്തുകൊണ്ടാണ് നിന്ദന ഇല്ലാത്തത്, ചന്ദ്രവംശികൾക്ക് എന്തുകൊണ്ടാണ് നിന്ദന, ഇതൊക്കെ എഴുതണം. राम राजा राम प्रजा धर्म का उपकार है, वो भी सेमी स्वर्ग है क्योंकि 14 कला है. അതുകൊണ്ട് രാമരാജ രാമപ്രജ എന്നാണ് പറയാം. ധർമ്മക്ക ഉപകാർ ഹെ, അതുകൊണ്ട് അവിടെ പറയും ധർമ്മത്തിൻ്റെ ഉപകാരമാണ് പറയും. അതുകൊണ്ട് അത് സെമി സ്വർഗാണ്. എന്താ കാരണം? സെമി സ്വർഗാണ് ത്രേതായുഗം, ചന്ദ്രവംശി. അവിടെ 14 കലയായി, 2 കല കുറഞ്ഞു. അതുകൊണ്ടാണ് അതിന് സെമി സ്വർഗ എന്ന് പറയാം. വഹാ ഐസി ഗ്ലാനി കി ബാത്തേ ഹോത്തേ നഹി, ഉസ്കോ ക്ലിയർ കർ ദോ ഹം ക്യാ ബൻ രഹെ. അവിടെ അങ്ങനത്തെ നിന്ദനകളും ഉണ്ടാവില്ല. അതുകൊണ്ട് നിങ്ങൾ ക്ലിയർ ആക്കി പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണോ. ഹം ക്യാ ബൻ രഹെ, നമ്മൾ എന്തായി മാറിക്കൊണ്ടിരിക്കുന്നു. ഹം ഹി അപ്നെ ലിയെ സ്വരാജ്യ സ്ഥാപന കർ രഹേ ഹെ, നമുക്ക് വേണ്ടി തന്നെയാണ് നമ്മൾ സ്വരാജ്യം സ്ഥാപിച്ചുകൊണ്ടിരിക്കുന്നു. विश्व में शांति का एक स्वराज्य जो सब मांगते हैं वो हम स्थापना कर रहे हैं. ഇന്ന് ലോകത്തിലുള്ളവരൊക്കെ ഒരു സ്വരാജ്യമാണ് യാചിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ വിശ്വത്തിൽ ശാന്തി വേണോ, അതൊക്കെ എല്ലാവരും യാചിക്കുന്നു. അതിപ്പോൾ ഞങ്ങൾ സ്ഥാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ബാബ പ്രദർശനി ആദി देखते तो ख्यालत चलते रहते हैं, तुम बच्चे घर जाएंगे तो फिर सब बातें बोल जाएंगे. ബാബയ്ക്ക് പ്രദർശനിയൊക്കെ കണ്ടുവന്നാൽ കുറേ ചിന്തകൾ വരും. അതിനെക്കുറിച്ച് എങ്ങനെയാണത് വീണ്ടും അതിനെ എങ്ങനെയാണ് പ്രദർശനികൾ വേണോ ചിത്രം വേണോ അതിനെക്കുറിച്ച് ബാബ ചിന്തിക്കും. പക്ഷെ നമ്മളോ പ്രദർശനി കഴിഞ്ഞ് വീട്ടിലേക്ക് വന്നാൽ സാബ് ബോൽ ജാത്ത, എല്ലാം അത് മറന്നു പോകും. പരന്തു ഏസ ബുദ്ധിമേ യാദ് രഹനാ ചാഹിയേ, അത് മറക്കാൻ പാടില്ല, എല്ലാതും നമ്മുടെ ബുദ്ധിയിൽ ഉണ്ടായിരിക്കണം. ऐसे नहीं प्रदर्शनी से बाहर निकले और खेल क्लास. പ്രദർശനത്തിൽ എത്ര സമയം നമുക്ക് എല്ലാതും ഓർമ്മയുണ്ട്, പ്രദർശന പുറത്ത് വന്നു, അതോടുകൂടി കളി കഴിഞ്ഞു. अच्छे अच्छे बच्चे जो पुरुषार्थी है उनकी बुद्धि में टपकना चाहिए. ആരാണോ നല്ല നല്ല കുട്ടികളുണ്ട്, പുരുഷാർത്ഥി കുട്ടികളുണ്ട്, അവരുടെ ബുദ്ധിയിൽ എപ്പോഴും ഈ ജ്ഞാനം ഇങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കണോ. ടപക്ന ചാഹിയേ, ഇങ്ങനെ നമ്മുടെ നെഞ്ച് പിടയും, അതുപോലെ തന്നെ ബുദ്ധിയിൽ എപ്പോഴും എന്തായിരിക്കണോ, ജ്ഞാനം ഉണ്ടായിരിക്കണോ. बाबा को टपकता रहता है, बुद्धि में सारा ज्ञान रहेगा तो बाबा की याद भी रहेगी. അതുകൊണ്ട് ബാബയ്ക്ക് എപ്പോഴും ഈ ചിന്തയുണ്ട്, ഇങ്ങനെ പ്രദർശനം എന്നാക്കണോ, ഇങ്ങനെ ബാബയുടെ സന്ദേശം കൊടുക്കണോ. അതേപോലെ നമ്മുടെ ബുദ്ധിയിൽ മുഴുവൻ ജ്ഞാനം ഉണ്ടെങ്കിൽ നമുക്ക് ബാബയുടെ ഓർമ്മക്കൂടി ഉണ്ടാവും. ഉന്നത്തിക്കോ പാത്തേ രഹെങ്കെ, എപ്പോഴും നമ്മുടെ ബുദ്ധിയിൽ ജ്ഞാനം ഉണ്ടെങ്കിൽ നമുക്ക് ബാബയുടെ ഓർമ്മയുണ്ട്, നമുക്ക് ഉന്നതിയോ കിട്ടും. अगर सतो प्रधान नहीं बनेंगे तो फिर सत्युग में नहीं जाएंगे. अथवा सतो प्रधान ആയില്ലെങ്കിലോ സത്യയുഗത്തിലേക്ക് പോവില്ല. इसलिए अपने को याद की यात्रा में पक्का रखना है. നമ്മൾ ഓർമ്മിച്ചില്ലെങ്കിൽ നമുക്ക് സത്യയുഗത്തിലേക്ക് പോകാനാവില്ല. അതുകൊണ്ടാണ് ബാബ പറയുക നമ്മുടെ ഈ ഓർമ്മയുടെ യാത്ര നമ്മൾ പക്കായിരിക്കണം. തും രാജയോഗി ഹോ തുംകോ ബഡി ജടായേ ഹെ, നമ്മൾ രാജയോഗികളാണ്. അതുകൊണ്ട് നമുക്ക് വലിയ വലിയ ജടകളുണ്ട് എന്നാണ് പറയുന്നത് അല്ലേ. സന്യാസിമാരെ കണ്ടില്ലേ, അവർക്ക് തപസ് ചെയ്ത് 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 അവർക്ക് താടി മുടിയൊക്കെ ഉണ്ടാവും. അതുപോലെ നമുക്ക് കൂടി എന്തുണ്ട്, ജടകളുണ്ട് എന്നാണ് ബാബ പറയുക. മഹിമ സാരി തും മാതാവോം കി ഹെ, ജടായേ ബി നാച്ചുറൽ ഹെ. മഹിമയുള്ളത് അമ്മമാരുടെയാണ്, അമ്മമാർക്കൊക്കെ മുടിയുണ്ട്, ജടയുണ്ട്. अच्छा, राजयोगी और योगिन ये सच्चा सच्चा तपस्या का रूप दिखाते हैं. രാജയോഗിനി അഥവാ യോഗികൾ ഇവരെ ബാബറിന് സത്യസത്യമായ തപസ്സിൻ്റെ രൂപത്തിലാണ് കാണിക്കുക അല്ലെ. തപസ്വികൾ എങ്ങനെയാണല്ലോ കാണിക്കുക, അവർക്ക് ജടയുണ്ടാവും, കാവ്യ വസ്ത്രങ്ങളുണ്ടാവും, ഇതൊക്കെയാണ് തപസ്വികളുടെ ലക്ഷണം. ये सब समझने की बातें हैं. बाबा कहते देह के सब धर्म छोड़ अपने को आत्मा निश्चय कर. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. ബാബ ഞങ്ങളോട് എന്താ പറയുക, ദേഹത്തിൻ്റെ സർവധർമ്മങ്ങളെ ഉപേക്ഷിച്ച് എന്നെ ആത്മ എന്ന് നിശ്ചയിക്കുക. ബാക്കി സബ് ദേഹിക്കെ സംബന്ധാദി ഭൂൽ ജാവൂ. ആത്മാവാണ് നിശ്ചയിക്കുക, എന്നെ ഓർമ്മിക്കുക, ബാക്കി എല്ലാ ദേഹധാരികളെ മറക്കുക. ഏക് ബാപ് കോ യാദ് കരോ ഓ തുംകോ ബഹുത് മാലാദാർ ബനാത്തെ ഹൈ.
ഒരു ഭാവിയെ മാത്രം നിങ്ങൾ ഓർമ്മിക്കണം. എന്താ കാരണം? ബാബ നമ്മളെ വളരെയധികം സമ്പന്നരാക്കുന്നു. ജീതേജി മർജാവും. അതിനുവേണ്ടി എന്തായിരിക്കണം? ജീതേജി മരണ, ജീവിച്ചിരുന്നു കൊണ്ട് മരിക്കണം. അതായത് എല്ലാത്തിനും മറക്കണം. മരിക്കുകയെന്ന് വെച്ചാൽ നമ്മുടെ ഒന്നും ഉണ്ടാവില്ല. മരിച്ചാൽ എല്ലാ സാധനങ്ങളും ഞങ്ങൾ ഉപേക്ഷിക്കും. അതുപോലെ ജീവിച്ചിരുന്നു കൊണ്ട് ഞങ്ങൾ മരിക്കണം. ബാപ്പ് ആക്കർ ജീതേജി മരണ സിഖലാത്തെ. ഈ ജീവിച്ചിരുന്നു കൊണ്ട് മരിക്കുക, ഇത് നമുക്ക് ബാബ വന്നിട്ടാണ് പഠിപ്പിക്കുക. बाबा कहते मैं कालों का काल हूँ, तुमको ऐसा मरना सिखलाता हूँ जो कभी तुम्हारे दर पर काल आ ना सके. ബാബ ആരാ? കാലൻ്റെ കാലൻ, മഹാകാലനാണ്. അപ്പം ഞാനിവിടെ വന്ന് നിങ്ങൾക്ക് അങ്ങനെയുള്ള, നിങ്ങൾ എങ്ങനെ മരിക്കാൻ വേണ്ടി ബാബ നമ്മളെ പഠിപ്പിക്കുന്നു. പിന്നെ നിങ്ങളടുത്ത് ഒരിക്കലും നമ്മുടെ വാതിൽക്കൽ ആര് വരില്ല? കാലൻ ഒരിക്കലും വരില്ല എന്നാണ് പറയുന്നത്. ഇപ്പം നമ്മൾ കാലത്തെ ജയിക്കുന്നു, അതായത് മരിക്കാൻ ഞങ്ങൾ പഠിക്കുന്നു. സത്യയുഗ ത്രേതായുഗത്തിൽ കാലൻ, അകാല മൃത്യു നമ്മളുടെ അടുത്ത് വരില്ല. വഹാത്തോ രാവണ രാജ്യഹിനായി, അവിടെയാണെങ്കിലോ രാവണൻ്റെ രാജ്യം തന്നെ ഇല്ല. സത്യയുഗമേ കബി കാൽ കാത്തേ ഹി നഹി ഉൻകോ അമർപുരി കാ ജാത്താ ഹൈ. സത്യയുഗത്തിൽ ഒരിക്കൽ കാലൻ വരില്ല, അതിൻ്റെ പേരാണ് അമരപുരി ಅಥವಾ അമരലോകം. ബാബ തുമക്കോ അമരപുരി കാ മാലിക് ബനാത്തെ യേ ഹേ. ബാബ വന്ന് നമ്മളെ അമരപുരിയിൽ പോവാൻ അധികാരിയാക്കുന്നു. ഏഹേ, ഇതാണ് മൃത്യുലോകം. ഇത് മൃത്യുലോകാണ്. ഓഹേ അമർപുരി. സത്യുഗ അമരപുരിയാണ്, കലിയുഗ മൃത്യുലോകാണ്. अच्छा, ये है राजयोग तुम लिख दो, प्राचीन भारत का राजयोग फिर से सिखाया जाता है. ഇത് രാജയോഗമാണ്, അതുകൊണ്ട് നിങ്ങൾ എഴുതി വെക്കണം. എന്താ എഴുതി വെക്കേണ്ടത്? പ്രാചീന ഭാരതത്തിൻ്റെ രാജയോഗ വീണ്ടും നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. സിക്കായ ജാത്താ. ശിവബാബ ഇവിടെ വന്ന് നമ്മളെ പഠിപ്പിക്കുന്നു, എന്നെ എഴുതി വെക്കണം. जो प्रदर्शनी आदि देखते उन्हों को क्या करनी चाहिए इसमें और क्या करे जैसे मनुष्य एक्यूरेट समझे. ഈ പ്രദർശനം ഇതൊക്കെ വെക്കുമ്പോൾ എപ്പോഴും നമ്മുടെ ബുദ്ധിയിൽ ഉണ്ടായിരിക്കണോ, ശ്രദ്ധിക്കണോ, ഇതിൽ നമ്മൾ എന്ത് ചെയ്യണം, മറ്റുള്ളവർക്ക് എങ്ങനെ ഇത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം, എല്ലാവർക്കും ഇത് എങ്ങനെ एक्यूरेटाയി മനസ്സിലാക്കണോ. बाप कितना क्लियर कर समझाते अपने को आत्मा समझ बाप को याद करो. ബാബ നമുക്ക് എത്ര ക്ലിയർ ആയിട്ട് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നു. സ്വയം ആത്മാവാണെന്ന് മനസ്സിലാക്കാം, ബാബയെ ഓർമ്മിക്കാം. മൂൽ ജോർ റഖ്നാ ചാഹിയെ ഇസ് പർ. ഇതിലാണ് നമ്മൾ ആ ശക്തി കൂട്ടേണ്ടത്. ഇതിലാ സ്വയം ആത്മാവാണെന്ന് മനസ്സിലാക്കി ബാബയെ ഓർമ്മിക്കണം. ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. ജിത്നി മെഹനത്ത് കർത്തേ ഹോ ഉത്തന പദ് മിൽത്ത. നമ്മൾ എത്രത്തോളം പരിശ്രമിക്കുന്നു അതനുസരിച്ച് നമുക്ക് പദവി കിട്ടും. वो भी नंबरवार, ये भी दिखावो नंबरवार कैसे कैसे बनते. അത് നമ്പർ വാറാണ്, എല്ലാവർക്കും ഒരേപോലെ പദവി കിട്ടില്ല. ഇതോ കാണിക്കണം എങ്ങനെയാണ് നമ്പർ വാറായിട്ട് നമുക്ക് പദവി കിട്ടുക, അതുകൂടി കാണിക്കണം. പ്രജാബി दिखाओ तो साहूकार प्रजा, സെക്കൻഡ് ഗ്രേഡ്, തേർഡ് ഗ്രേഡ് പ്രജാ भी दिखाओ. അവിടെ പദവി വ്യത്യാസമാണ്, നമ്പർ വാറാണ്. അതിൽ പ്രജകളെ കൂടി നമുക്ക് കാണിക്കാം. അതിൽ സാഹുക്കാർ പ്രജകളുണ്ട്, സാധാരണ ഫസ്റ്റ് ക്ലാസ് പ്രജകളുണ്ട്, സെക്കൻഡ് ക്ലാസ് ഉണ്ട്, തേർഡ് ക്ലാസ് ഉണ്ട്. ഇതൊക്കെ കാണിക്കണം. ऐसे एक्यूरेट बनाओ जो अच्छी रीति समझा सके. ഇങ്ങനെ ചിത്രം ഉണ്ടാക്കി വെക്കണം. പദവി വ്യത്യാസമാണ്. പുരുഷാർത്ഥ നമ്പർ വാറാണ്, പദവി നമ്പർ വാറാണ്. അതുകൊണ്ട് അതിൽ പദവി എങ്ങനെയാണ്, പ്രജകൾ എങ്ങനെ ഉണ്ടാവും, സാധാരണ പ്രജകൾ എങ്ങനെ, സാഹുക്കാർ പ്രജകൾ എങ്ങനെയാണ്, സെക്കൻഡ് ക്ലാസ് തേർഡ് ക്ലാസ് പ്രജകൾ എങ്ങനെയാണ്, ഇത് കൃത്യമായി നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി ചിത്രങ്ങൾ ഉണ്ടാക്കി വെക്കണം. ऐसे एक्यूरेट बनाओ जो अच्छी रीति समझा सकते. മറ്റുള്ളവർക്ക് നല്ല പോലെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ അങ്ങനെയുള്ള കൃത്യമായിരിക്കുന്ന ചിത്രങ്ങൾ ഉണ്ടാക്കി വെക്കണം. മെഹനത്തോ കർണേ ഹേ. പരിശ്രമിക്കാതെ നമുക്കിതൊന്നും ചെയ്യാനാവില്ല. സമയ ബാക്കി തോടാ ഹേ, ജ്ഞാൻ ഹേ ഹി തുമാരല്ലേ. സമയം കുറച്ചേ ഉള്ളൂ, ജ്ഞാനാണെങ്കിൽ നമുക്കുള്ളതാണ്. तुम प्रदर्शनी में ऐसा समझाओ जो मनुष्य समझे. हमको एक बाप की ही याद करना, तब ही हम ये बन सकते. പ്രദർശനികളിൽ നിങ്ങൾ ഇങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം, മനുഷ്യരത് മനസ്സിലാക്കുക വേണം. ഞങ്ങൾക്ക് ബാബയെ ഓർമ്മിക്കണം, അപ്പോഴേ നമുക്ക് ഇങ്ങനെ ആവാൻ സാധിക്കും. ശിവബാബയെ ഓർമ്മിച്ചാൽ നമുക്ക് ലക്ഷ്മി നാരായണരെ പോലെ ആവാം.
नहीं तो फिर भक्ति मार्ग में आ जाएंगे. അല്ലെങ്കിൽ ഭക്തി മാർഗത്തിൽ വരും, ദ്വാപരയുഗത്തിൽ വരും. ഇപ്പോൾ ഇതിനുകൾ നന്നായിട്ട് മനസ്സിലാക്കി പരിശ്രമിച്ചാൽ, പുരുഷാർത്ഥം ചെയ്താൽ ഇങ്ങനെയാവും. അല്ലെങ്കിൽ ഭക്തി മാർഗത്തിൽ വരും, ദ്വാപരയുഗത്തിൽ വരും. തും മഹാരഥി ബച്ചേ ഹോ തോ തുമ്ഹാരി ബുദ്ധി ചൽത്തി ഹെ. നമ്മൾ മഹാരഥികളായതുകൊണ്ട് നമ്മുടെ ബുദ്ധി എപ്പോഴും സർവീസിനെ കുറിച്ച് ബുദ്ധി ചിന്തിക്കും. मेल्स भी अच्छे अच्छे हैं, नंबर 1 है तो भी जगदीश जो मैगजीन बनाते हैं. പുരുഷന്മാർ, അതായത് മേൽസിൽ കൂടി നല്ല കുട്ടികളുണ്ട്. ബാബ ഇന്ന് ഓർമ്മിക്കുന്നത് നമ്പർ 1 ജഗദീഷ് ഭായ്. ജോ മാഗസീൻ ബനാത്തെ, നമ്മുടെ 90% ബുക്സ് എഴുതിയത് ജഗദീഷ് ഭായ് ആണ്. എല്ലാ ബുക്കുകളും എഴുതിയത് ജഗദീഷ് ഭായ്. ഏത് പുസ്തകത്തിൽ നോക്കിയാൽ കാണാം. അതുകൊണ്ടാണ് പറഞ്ഞ മാഗസീൻസൊക്കെ ഉണ്ടാക്കിയത് ജഗദീഷ് ഭായ്. ബ്രിജ് മോഹൻ കോ ബി ലിഖ്നെ एक अच्छा शौक है. ബാബൻ നമ്മുടെ പാണ്ഡവന്മാരെ ഓർക്കുക. ബ്രിജ് മോഹൻ ഭായ് ഇപ്പോൾ നമ്മുടെ പ്യൂരിറ്റി പേപ്പറിൻ്റെ അധികാരിയാണ്. അതായത് അതിൻ്റെ എഡിറ്ററുമാണ്, എല്ലാതുമാണ്. അതുകൊണ്ടാണ് ബാബ പറയാൻ നന്നായിട്ട് എഴുതാനുള്ള ശീലമുണ്ട്, താല്പര്യമുണ്ട്. നമുക്ക് എത്ര എഴുതാനുള്ള താല്പര്യമുണ്ട്? വായിച്ചിട്ടും ഇല്ല. നമ്മൾ എല്ലാവരും എത്ര പേര് ഈ നമ്മുടെ ബുക്സ് വായിച്ചവരുണ്ട്? നമ്മൾ ഫോഴ്സ് ചെയ്യണോ ആദിദേവ് വായിക്കണോ, ആദിദേവി വായിക്കണോ, അതല്ലാതെ വേറെ ഒരുപാട് ബുക്സ് ഉണ്ട് ഇവിടെ, ഒരുപാട് നോളേജ് ഉണ്ട്. പക്ഷെ നമ്മൾ വായിക്കുകയില്ല, എഴുതുകയില്ല. പക്ഷെ അങ്ങനെ എല്ലാവരും നമ്മുടെ ഭായിമാർ, ജഗദീഷ് ഭായ് ആവട്ടെ, നമ്മുടെ രമേശ് ഭായ് ആവട്ടെ, യജ്ഞത്തിൽ എന്തൊക്കെ അവർ ചെയ്തിട്ട് പോയി. പക്ഷെ നമ്മളതിലൊരു 5% ചെയ്താലും മതി. അതുകൊണ്ടാണ് ബാബ ഇന്ന് ഓർമ്മിക്കുന്നത് അവരെ. ജഗദീഷ് ഭായ്, ബ്രിജ് മോഹൻ ഭായ് ഇവരൊക്കെ നന്നായിട്ട് എഴുതും. ഷായദ് തീസ്രാ ബി കോയി നിക്കലായേഗ. ഇനി ആരെങ്കിലും മൂന്നാമത്തെ ആൾ ചിലപ്പോൾ വരില്ല എന്ന് പറയാൻ പറ്റില്ല, ചിലപ്പോൾ വരും. ഹർ ഏക് ബാത്ത് തും ക്ലിയർ കർത്തേ ജായെങ്കിൽ ദിൻ പ്രതിദിനം. അപ്പോൾ നമ്മൾ ഓരോരോ കാര്യങ്ങളും ഓരോരോ ദിവസം കഴിയുന്തോറും നിങ്ങളത് ക്ലിയർ ആക്കിക്കൊണ്ടിരിക്കും. ജ്ഞാൻ സാഗർ ബാപ്പ് ഹെ, ഉസ് പരമാത്മാമേ ജ്ഞാനത്തോ ഭരാ ഹുവാ ഹെ. ശിവബാബ ജ്ഞാനസാഗരനാണ്. അതുകൊണ്ട് ആ പരമാത്മാവിൽ എല്ലാ ജ്ഞാനവും നിറഞ്ഞിട്ടുണ്ട്. ജയ്സേ ഗീത് സുനാത്തേ ഹോ സാറാ റെക്കോർഡ് ഭരാ ഹുവാ ഹെ. ഇങ്ങനെ പാട്ടുണ്ടാക്കും, അത് റെക്കോർഡ് ചെയ്യും. അപ്പോൾ അതിൽ കാസറ്റിൽ റെക്കോർഡാവും. എ ബി എസ് എ അതേപോലെ ഇതുകൊണ്ടാണ് പറയുന്നത്. നമ്മുടെ ഓരോരോ പാർട്ടും ആത്മാവിൽ റെക്കോർഡായിക്കൊണ്ടേയിരിക്കും. बाप के पास जो माला है वो मिलता रहेगा. ബാബ് കെ പാസ് ജോ മാൽ ഹെ ഓ മിൽത്താ രഹേഗ ഡ്രാമാനുസാർ. ബാബയുടെ എന്തൊക്കെ സാധനങ്ങളുണ്ട് നമുക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും. അതോ ഡ്രാമ പ്ലാൻ അനുസരിച്ച്. ये बच्चों की बुद्धि में चलना चाहिए, बल कुछ काम काज करो, हाथ से भोजन बनाओ, बुद्धि शिव बाबा के पास हो. അതുകൊണ്ട് ബാബ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരണം. എപ്പോഴും നമ്മുടെ ബുദ്ധി ഇങ്ങനെ ചലിച്ചു കൊണ്ടേയിരിക്കണം, ചിന്തിച്ച് കൊണ്ടേയിരിക്കണം. നിങ്ങൾ എന്തെങ്കിലും ജോലിക്കാര്യങ്ങൾ കൈകൊണ്ട് ചെയ്യുന്നതായിരിക്കാം, ആഹാരം ഉണ്ടാക്കുന്നതായിരിക്കാം, പക്ഷെ ബുദ്ധി എപ്പോഴും ബാബയെടുത്ത് ഉണ്ടായിരിക്കണം. ഏത് കാര്യം ചെയ്യുമ്പോൾ ബാബയുടെ ഓർമ്മ. മൊബൈൽ നോക്കുമ്പോൾ മാത്രം ബാബയുടെ ഓർമ്മ ഉണ്ടാവില്ല. എന്താ കാരണം? കണ്ണും ബുദ്ധി ചെവിയൊക്കെ അതിൽ ബിസിയായി. പിന്നെ എങ്ങനെ ശിവബാബയെ ഓർമ്മിക്കാം? അതുകൊണ്ട് ബാബ പറയുകയാണ്, നിങ്ങൾ കൈകൊണ്ട് കാര്യം ചെയ്യുന്ന സമയത്ത് ബാബയുടെ ഓർമ്മ ഉണ്ടാവും. ആഹാരം ഉണ്ടാക്കുമ്പോൾ ബാബയുടെ ഓർമ്മ വരും. കൈകൊണ്ട് നിങ്ങൾ എന്ത് ജോലി ചെയ്യുമ്പോൾ ബാബയുടെ ഓർമ്മ ഉണ്ടായിരിക്കണം. അച്ഛാ, ബ്രഹ്മ ഭോജൻ ബി പവിത്ര ചായേ. സാധാരണ ആഹാരമൊന്നും ഇവിടെ പറ്റില്ല. കാരണം ഇവിടെ എന്ത് വേണം? ബ്രഹ്മഭോജൻ, അത് പവിത്രമായിരിക്കണം. ബ്രഹ്മഭോജൻ സോ ബ്രാഹ്മണോ കാ ഭോജൻ ഹെ. ബ്രഹ്മഭോജന എന്നുവെച്ചാൽ അർത്ഥം അത് ബ്രാഹ്മണരുടെ ഭോജനാണ്. ബ്രാഹ്മൺ ജിത്തന योग में रह बनाते उतनी उस भोजन में ताकत आती. ബ്രാഹ്മണർ എത്രത്തോളം ആ യോഗിയായി ഇരുന്നുകൊണ്ട് ആഹാരം ഉണ്ടാക്കുന്നു അതനുസരിച്ച് ആ ആഹാരത്തിൽ ശക്തി ഉണ്ടാവും. गायन है कि देवता ये भी ब्रह्मा भोजन की बहुत महिमा करते हैं, जिससे हृदय शुद्ध होता है, तो ब्राह्मण भी ऐसी होनी चाहिए. അതുകൊണ്ടാണ് ദേവതകൾ കൂടി ബ്രഹ്മഭോജനത്തിൻ്റെ വളരെയധികം മഹിമ പാടത്ര. ഇതിലൂടെ ഹൃദയശുദ്ധാവും. അങ്ങനെയുള്ള ബ്രാഹ്മണർ വേണം. അതുകൊണ്ടല്ലേ നമ്മുടെ ഭണ്ഡാരത്തിൽ എല്ലാവരും വരില്ല, എല്ലാവരും ആഹാരം ഉണ്ടാക്കില്ല.
ആരാണോ പവിത്രമായിരിക്കുന്ന ബ്രാഹ്മണരുണ്ട് അവരേ ബാബയുടെ ആഹാരം ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ബാബയുടെ ഓർമ്മ. അതുകൊണ്ടല്ലേ പറഞ്ഞു നിങ്ങൾ കിച്ചന് പോകുമ്പോൾ ഇതിൽ പോകുമ്പോൾ മിണ്ടാതെ ബാബയെ ഓർത്ത് കൊണ്ട് വേണം ചെയ്യാമെന്ന് ബാബ പറയാം. ആവുന്നത്രയില്ലേ ജൈനീസ് അങ്ങനെ ചെയ്യാം. ജൈനീസ് ആഹാരം ഉണ്ടാക്കുമ്പോൾ മാസ്ക് ഇട്ടിട്ടാണ് ചെയ്യാം. നമ്മൾ മാസ്ക് ഇടണ്ട, പക്ഷെ ബാബയുടെ ഓർമ്മയിൽ ചെയ്യാം. കാരണം അവരുണ്ടാക്കുന്ന പ്രസാദം എന്താണോ അതിൽ അവരുടെ എച്ചിലുണ്ടാവാതിരിക്കാൻ അവർ മാസ്ക് ഇട്ടിട്ടാണ് ചെയ്യുക. മിണ്ടുമില്ല അവരാരോടും. അവരുടെ സങ്കല്പത്തിൽ അവർ ആർക്കാണോ ആഹാരം ഉണ്ടാക്കുന്നത് പവിത്രമായിരിക്കണം എന്ന അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക, നമ്മൾ ആർക്ക് വേണ്ടി ആഹാരം ഉണ്ടാക്കുക? കഴിക്കുന്നത് നമ്മളായിരിക്കാം, പക്ഷേ നമ്മൾ കൊടുക്കുന്നത് ശിവബാബയ്ക്കാണ്. അതുകൊണ്ടാണ് ബാബ പറയാൻ നമ്മൾ ഉണ്ടാക്കുന്ന ബ്രാഹ്മണരും അങ്ങനെ തന്നെ വേണം. അവരുടെ ഹൃദയ ശുദ്ധമായിരിക്കണം. അപ്പോൾ അവരുണ്ടാക്കുന്ന ആഹാരം ശുദ്ധാവും, അതിനെ കഴിക്കുന്നവരുടെ ഹൃദയ ശുദ്ധാവും. അഭി നഹി ഹെ, ഇപ്പം ഇല്ലേ അത്ര അങ്ങനെ. അത്രേ പവിത്രമായിരിക്കുന്ന ബ്രാഹ്മണരില്ല. ബാബ പറയാണ് അഭി നഹി ഹെ. अभी अगर ऐसे बन जाए तो तुम्हारी बहुत वृद्धि हो जाएगी, परंतु ड्रामानुसार धीरे धीरे वृद्धि को पाना है. അപ്പോൾ ഇപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ പറഞ്ഞ് ഒരുപാട് അഭിവൃദ്ധി ആയിട്ടുണ്ടാവും. പക്ഷെ ഇത് ഡ്രാമ അനുസരിച്ച് പതുക്കെ പതുക്കെയാണ് ഇത് അഭിവൃദ്ധി ആവുക. ऐसा भी ब्राह्मण निकलेगा जो कहेगा हम बाबा की याद में रह भोजन बनाएंगे. ഇങ്ങനെ ബ്രാഹ്മണന്മാരുണ്ടാവും. അവർ പറയും ബാബ ഞാൻ ബാബയുടെ ഓർമ്മയിലിരുന്നു കൊണ്ട് ആഹാരം തയ്യാറാക്കും എന്ന് ബ്രാഹ്മണന്മാർ വരും. ഇപ്പോൾ അങ്ങനെ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇപ്പോൾ എല്ലാവരും കുറേ പേര് ബാബയ്ക്ക് വേണ്ടി, അതായത് കിച്ചണിൽ മാത്രം എത്രയോ ബ്രാഹ്മണന്മാർ തന്നെ ഭായിമാരാവട്ടെ അമ്മമാരാവട്ടെ ഇതിനെ മാത്രം സംരക്ഷിക്കുന്ന എത്രയോ അമ്മമാർ തന്നെയുണ്ട്. അതുകൊണ്ട് ബാബറിന് അങ്ങനെയുള്ളവർ വരും ഒരു ദിവസമാണ് ബാബ പറയാം. ബാബ ചാലഞ്ച് ദേത്തെ. ഇത് ബാബയുടെ വെല്ലുവിളിയാണ്. ഈ ബ്രഹ്മഭോജനം ഉണ്ടാക്കാൻ ഇവിടെയോ അങ്ങനെയുള്ളവർ വരും. ऐसा ब्राह्मण हो जो योग में रह भोजन बनाएगा. അങ്ങനെയുള്ള ബ്രാഹ്മണർ വേണം. നമ്മുടെ സൂരജ് ഭായി പോലെ അല്ലേ, എത്ര ഡിഗ്രികൾ ഉണ്ടായിട്ടോ ആഹാരം ഉണ്ടാക്കുന്നത് കിച്ചണിലാണ്. അപ്പോൾ ബാബ പറയാണ് ഒരു ദിവസം അങ്ങനെയുള്ളവർ വരും. എങ്ങനെ? യോഗയിൽ ഇരുന്നു കൊണ്ട് ആഹാരം ഉണ്ടാക്കാം. ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ ബാബയെ ഓർമ്മയിൽ ആഹാരം ഉണ്ടാക്കാം. ഭോജൻ പവിത്രോനി ചെയ്യേ, കാരണം ആഹാരം കൂടി എങ്ങനെയായിരിക്കണം? പവിത്രമായിരിക്കണം. ഭോജൻ പർ ബഹൂത്ത് മദാർ ഹെ. എന്തുകൊണ്ട് ഞങ്ങൾ ഭക്ഷണത്തിന് ഇത്രയും പ്രാധാന്യം കൊടുക്കുന്നത്? അത് വളരെയധികം പ്രഭാവം ഉണ്ടാക്കും. അതുകൊണ്ട് ആഹാരം അനുസരിച്ചാണ് നമുക്ക് എല്ലാതും ഉണ്ടാവുക. ബാഹർ മേ ബച്ചോങ്കോ നഹി മിൽത്ത ഇസ്ലിയെ യഹാത്തേ ഹെ. പുറത്തുനിന്ന് കുട്ടികൾക്ക് ശുദ്ധ ആഹാരം കിട്ടില്ലല്ലോ, അതുകൊണ്ട് ഇവിടേക്ക് വരും. അച്ഛാ बच्चे तो भोजन से भी रिफ्रेश होते हैं. കുട്ടികൾക്ക് ആഹാരം കഴിച്ചാലും റിഫ്രഷ് ആവും. योग वाले फिर ज्ञानी भी होते हैं, इसलिए उनको सर्विस पर भी भेजा देते हैं. യോഗികളാണെങ്കിൽ അവർ ജ്ഞാനികളും ആയിരിക്കും. അതുകൊണ്ടാണ് അവർ എന്ത് ചെയ്യുക? സേവയ്ക്ക് വേണ്ടി പറഞ്ഞയക്കും. बहुत हो जाएंगे तो फिर यहाँ भी ऐसे ब्राह्मणों को रख देगा. ഇപ്പോൾ ബാബറിന് കുറേ ആളാകുമ്പോൾ ബാബ പറയാണ് ഇവിടെയോ എവിടെ മധുബനിൽ കുറേ ബ്രാഹ്മണരെ വയ്ക്കും. नहीं तो महारथियों में उनसे भोजन पर भी होना चाहिए जो योगयुक्त खाना बने. അല്ലെങ്കിൽ മഹാരഥികൾ വേണം, ആ ഭോജൻ पर भी होना चाहिए. എല്ലായിടത്തും അവർ വേണം. കാരണം എല്ലാവരും യോഗയുക്തമായിരിക്കുന്ന ആഹാരം വേണം. ദേവതായ ബി സംസ്ഥ ഹം ബി ബ്രഹ്മഭോജൻ കാക്കർ ദേവത ബനെ. ദേവതകളും കൂടി ഇങ്ങനെ ചിന്തിക്കത്രേ, ഈ ബ്രഹ്മഭോജനം കഴിച്ചിട്ടാണ് ഞാൻ ദേവതയായത്. നമുക്ക് എത്ര ലഹരുണ്ട് ഭക്ഷണം കഴിക്കുമ്പോൾ. ഞാൻ എപ്പോഴും പറയും കുട്ടികളെ ഭക്ഷണം കഴിക്കുമ്പോൾ ഒന്നും മിണ്ടരുത്. ഭക്ഷണം കഴിക്കുമ്പോൾ എല്ലാവർക്കും ഓർമ്മ വരും. എവിടെ ഇല്ലാത്ത നാട്ടുകാര്യങ്ങളൊക്കെ അപ്പോൾ വരും. ബാബ പറയാണ് നിങ്ങൾക്ക് ഒരു 15 മിനിറ്റോ അരമണിക്കൂറല്ലേ നിങ്ങൾ ഭക്ഷണം കഴിക്കുക. അപ്പോഴെങ്കിലും നിങ്ങൾ ബാബയുടെ കൂടെ ഇരുന്നിട്ട് ഭക്ഷണം കഴിച്ചോടെ. പ്ലേറ്റ് കിട്ടി ബാബ ഇതിൻ്റെ പ്രസാദമാണ് എന്ന് പിന്നെ തുടങ്ങി. പറയണ ഞങ്ങൾ ഭക്ഷണം കഴിക്കും. ഞാൻ ആവുന്നത്ര ട്രൈ ചെയ്യും, അധികം ട്രൈ ചെയ്യും. എന്നാലും എന്തെങ്കിലും സർവീസിൻ്റെ കാര്യം വരുമ്പോൾ അത് മിണ്ടിപ്പോവും. എന്നാലും ഞാൻ 90% ഞാൻ പ്രയത്നിക്കും, ചെയ്യുന്നുണ്ട്. അതായത് നമുക്ക് ഓരോരോ നിങ്ങൾ ഉരുള കഴിക്കുമ്പോൾ ബാബയുടെ ഓർമ്മയിൽ കഴിക്കണം. അപ്പോൾ ശക്തി കിട്ടും. അല്ലെങ്കിൽ മായയ്ക്ക് പോവും. മായ കഴിക്കുമല്ലോ, നമ്മൾ വർത്താനം പറയുമ്പോൾ അത് മായ വരും. അതുകൊണ്ടാണ് ബാബ പറയാം ഒന്ന് ആഹാരം ഉണ്ടാക്കുന്നവർ പവിത്രമായിരിക്കണം.
രണ്ടുപേരുടെ ജ്ഞാനി യോഗികളും ആയിരിക്കണം. ആര് യോഗിയാണോ അവർക്ക് ജ്ഞാനം ഉണ്ടാവും. അല്ലെങ്കിൽ എല്ലായിടത്തും ആഹാരത്തികൾ പോകേണ്ടി വരും. കാരണം യോഗയുക്തമായിട്ടുള്ള ആഹാരം കിട്ടാൻ. എൻ്റെ ദേവതകളെ കൂടി ആഹാരം ഇഷ്ടമാണ് അത്രേ. ബ്രഹ്മാഭോജൻ കാക്കർ ദേവതാവന്. അവരെന്ത് പറയൂ, ഞങ്ങൾ ഈ ബ്രഹ്മാഭോജനം കഴിച്ചിട്ടാണ് ദേവതകളായത്. തോ രുചി സെ തുമാരെ സാത്ത് മിൽനെ കെ ലിയെ ആത്തെ ഹൈ. അതുകൊണ്ട് അവർക്ക് സൂക്ഷ്മതലത്തിലേക്ക് വരും. അവർക്ക് ഇഷ്ടമാണല്ലോ ബ്രഹ്മാഭോജന. അതുകൊണ്ട് നമുക്കൊപ്പം അവർ വരും ആ ടേസ്റ്റ് നോക്കാൻ. കൈസെ തുംസെ മിൽത്തേ ഹൈ ഏ ബി ഡ്രാമാമേ യുക്തി. അവർ വന്ന് എങ്ങനെയാണ് വന്ന് അവിടെ നമ്മളെ മിലനം ചെയ്യുക, അത് ഡ്രാമയിൽ യുക്തിയുണ്ട്. सूक्ष्मतन में वो और ये मिलते हैं, ये भी वंडरफुल साक्षात्कार है. സൂക്ഷ്മതലത്തിൽ നമ്മൾ കാണും, ദേവതകൾ കാണും, ഫരിസ്തകളുണ്ടാവും. അവരിത് വണ്ടർഫുൾ ആയിരിക്കുന്ന ഒരു സാക്ഷാത്കാരമാണ്. വണ്ടർഫുൾ നോളേജ് ഹേ. ഇത് വണ്ടർഫുള്ളായിരിക്കുന്ന നോളേജാണ്. तो साक्षात्कार भी वंडरफुल है अर्थ सहित. ജ്ഞാനം വണ്ടർഫുള്ളാണ്, ഈ സാക്ഷാത്കാരം വണ്ടർഫുള്ളാണ്. അതോ अर्थ सहित അർത്ഥമുള്ളതാണ്. भक्ति मार्ग में साक्षात्कार को बहुत मेहनत से होते. नवदा भक्ति करते सिर्फ दीदार के लिए. ഭക്തി മാർഗത്തിലാണെങ്കിൽ സാക്ഷാത്കാരം വളരെയധികം അധ്വാനിച്ചിട്ടാണ് അവർക്ക് സാക്ഷാത്കാരം ഉണ്ടാവുക. അതാണ് നവദാ ഭക്തി ചെയ്യുന്നു, തീരെ ഭക്തി ചെയ്യുന്നു, അവർക്കാണ് സാക്ഷാത്കാരം ഉണ്ടാവുക. समझते हैं दीदार होंगे तो हम मुक्त हो जाएंगे. അപ്പൊ അവരെന്ത് വിചാരിക്കോ, എനിക്ക് സാക്ഷാത്കാരം കിട്ടി, അപ്പൊ ഞാൻ എല്ലാത്തിനും മുക്തനായി. उनको ये थोड़े ही पता कि ये इस पढ़ाई से इससे बने. സത്യത്തിലുള്ളവർക്ക് ഇതൊന്നും മനസ്സിലാവില്ല, ഞാൻ ഈ പഠിപ്പിലൂടെയാണ് ഇങ്ങനെ ആയത് എന്ന് അവർക്കറിയില്ല. ഈ സൂര്യവംശി ചന്ദ്രവംശി ഇസ് പഠായി സെ ബനെ ഹെ. ഈ സൂര്യവംശികളോ ചന്ദ്രവംശികളോ അവർ ഈ പഠിപ്പിലൂടെയാണ് അങ്ങനെ ആയത്. ബാക്കി ജോ ഇത്തനെ അനേക ചിത്ര ബനായെ ऐसे तो कुछ भी नहीं. ऐसा ഭക്തി മാർഗ വിസ്താര. ഇനി ഭക്തി മാർഗത്തിൽ കുറെ ചിത്രങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, വിസ്താരമുണ്ട്. അതൊക്കെ ഭക്തി മാർഗത്തിന്റെ വിസ്താരമാണ്. ബഡി ബാരി കാരോബാർ ഹെ. അജ്ഞാൻ ഓർ ഭക്തി കരാസ് തും സമജ് സക്തേ ഹോ. ഇത് ഏറ്റവും വലിയ കാര്യമാണ്. ഈ ജ്ഞാനം എന്താണ്, ഭക്തി എന്താണ്, ഇതിന്റെ രഹസ്യം നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ സാധിക്കുള്ളൂ. ये बाप ही बैठ समझाते, वो है स्पिरिचुअल फादर, वही ज्ञान का सागर. ഇത് ശിവബാബയാണ് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാം. എന്താ കാരണം, ഇത് ബാബറിന് സ്പിരിച്വൽ ഫാദർ ആണ്. അതുകൊണ്ട് ബാബ നമുക്ക് ഓ ജ്ഞാൻ കാ സാഗർ. ശിവബാബ ജ്ഞാനസാഗരനാണ്, നമുക്ക് ഈ ജ്ഞാനം പറഞ്ഞു തരുന്നു. കൽപ്പ കൽ പുരാനി ദുനിയാക്കോ നയി ദുനിയ ബനാന രാജयोग സിഖ്ലാന ഈ ബാപ് കാ ഹി കാം. കൽപ്പ കൽപ്പ ഇവിടെ വന്ന് നമുക്ക് രാജയോഗ പഠിപ്പിക്കുക, ഇത് പുതിയ ലോകാക്കുക, ഇതൊക്കെ ബാബയുടെ ജോലിയാ. പരന്തു സിർഫ് ഗീതാമേ നാം ബദലി കരുതിയ. കൽപ്പ കൽപ്പ ബാബ ഇവിടെ വരും, നമുക്ക് രാജയോഗ പഠിപ്പിക്കുക, പുതിയ ലോക സ്ഥാപിക്കുക, ഇതൊക്കെ ശിവ ബാബയുടെ ജോലി. പക്ഷെ ഗീതയില് പേര് മാറ്റി. ബാബ സംജാത്തെ ഏ ബി കൽപ്പ് കൽപ്പ് കാ കേൽ ഹേ. അതുകൊണ്ട് ബാബ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരും, ഇത് കൽപ്പ കൽപ്പത്തിന്റെ കളിയാണ്. हम घर से यहाँ आते पार्ट बजाने, जाड़ की तरफ भी बुद्धि चलनी चाहिए, कैसे किसको समझाया जाए. ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇവിടെ പാർട്ടുകാരികളായി പാർട്ട് അഭിനയിക്കാൻ വരുന്നു. അതേപോലെ വൃക്ഷം, ഇതിലേക്ക് കൂടി നമ്മുടെ ബുദ്ധി പോകണോ, ആര് എങ്ങനെയാണ് ഇവിടേക്ക് വരുന്നത്. കൽപ്പവൃക്ഷം, അതിന് പകരം നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. കൈസെ കിസ്കോ സംജായ ജായ. ഇതിൽ ആർക്ക് എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണോ അത് നമ്മുടെ ബുദ്ധിയിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. ഹംകോ കേത്തെ ക്യാ ഹം സ്വർഗമേ നഹി ആയെങ്കിൽ. അപ്പൊ അവർ ചോദിക്കും, അപ്പൊ ഇതിൽ സ്വർഗത്തിൽ നമ്മളൊന്നും വരില്ലേന്ന് ചോദിക്കും. കാരണം അവളിതില് സത്യ ത്രേത ദ്വാപരം കലിയുഗാണ് പറയാ. സത്യത ത്രേതായുഗത്തില് സ്വർഗാണ്. അപ്പൊ അവർ ചോദിക്കും, അപ്പൊ നമുക്കൊന്നും സ്വർഗത്തിലേക്ക് വരാനാവില്ലേന്ന് ചോദിക്കും. बोलो तुम्हारा धर्म स्थापक तो स्वर्ग में आ नहीं सकता, वो जब स्वर्ग में आए तब तुम भी आओ. അപ്പൊ അവർക്ക് പറഞ്ഞു കൊടുക്കാം, നിങ്ങളെ ധർമ്മസ്ഥാപകന്മാരെ ഒരിക്കലും സ്വർഗത്തിൽ വരില്ല, അവർ വന്നാൽ നിങ്ങൾക്ക് വരാം. ധർമ്മസ്ഥാപകന്മാർ സ്വർഗത്തിൽ വരില്ല. അപ്പൊ അവർക്ക് സ്വർഗത്തിൽ വരാണെങ്കിൽ നിങ്ങൾക്ക് സ്വർഗത്തിലേക്ക് വരാം.
हर एक धर्म का अपने अपने समय पर पार्ट है. ഇതൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കണമെന്നാണ് പറയുന്നത്. എല്ലാ ധർമ്മത്തിലുള്ളവർക്കും എല്ലാ ആത്മാക്കൾക്കും അവനവൻ്റെയായ സമയത്തിന് പാർട്ട് അഭിനയിക്കും. ഈ വെറൈറ്റി ധർമ്മമൊക്കെ നാടക് ബനാ ഹുവ. ഇത് വെറൈറ്റി ധർമ്മങ്ങളുടെ നാടകമാണ് ഉണ്ടാക്കി വെച്ചത്. ബനാ ബനായ കേൽ ഹെ ഇസ്മേ കുച്ച് ഭി കഹനെ കി ദർകാർ ഹി നഹി രഹതി. ഇത് നിർമ്മിച്ചു വെച്ച നാടകമാണ്. ഇതിൽ ഇനി നമുക്ക് പുതിയതായിട്ട് നിർമ്മിക്കാനൊന്നുമില്ല. അതുകൊണ്ട് അധികം നിങ്ങൾക്ക് പറയേണ്ട ആവശ്യം കൂടി ഇല്ല. मुख्य धर्म दिखाए गए हैं ना, ये तो बच्चे जानते. फिर ये चित्र आदि भी कोई नए नहीं है. അതുകൊണ്ടാണ് പറഞ്ഞ മുഖ്യമായിരിക്കുന്ന ധർമ്മങ്ങൾ ഇതിൽ കാണിച്ചിട്ടുണ്ട്. 4 ധർമ്മങ്ങളുണ്ട്. അതുകൊണ്ട് നിങ്ങൾ കുട്ടികൾക്ക് ഇതൊക്കെ അറിയാം. അതുകൊണ്ട് ഈ ചിത്ര ആദി കൊയ് നയ നയി, ഈ ചിത്രങ്ങളൊക്കെ ഉണ്ടാക്കിയത് പുതിയ ചിത്രങ്ങളൊന്നുമല്ല. കൽപ്പ് കൽപ്പ് ऐसे ഹുബോ ചലത്തെ ആയെങ്കിൽ, ഈ ചിത്രങ്ങളൊക്കെ എങ്ങനെ കൽപ്പത്തിന്റെ മുന്നേ ഉണ്ടാക്കി അതേപോലെ ഇപ്പോൾ ഉണ്ടാക്കാം. കൽപ്പ കൽപ്പ ഇതേപോലെ തന്നെ ആവർത്തനം, ഇതേപോലെ ചിത്രങ്ങൾ വരും. വിഘ്ന भी अनेक प्रकार के पड़ते हैं. എങ്ങനെ കഴിഞ്ഞ കൽപ്പ വിഘ്ന വന്നു അതേപോലെ ഇപ്പോഴും വിഘ്നകൾ വന്നുകൊണ്ടിരിക്കും. മാർപ്പിട്ട് ആദ്യക്കെ भी വിഘ്ന പടത്തെ हैं. അടിപിടി ഉണ്ടാവുമെന്നാണ് പറയുന്നത്. എല്ലാതും എന്തൊക്കെ കഴിഞ്ഞ കൽപ്പ നടന്നു അത് ഈ കൽപ്പ നടക്കും. बच्चों को कितना युक्ति से समझाया जाता है. ബാബ നമുക്ക് എത്ര യുക്തിപൂർവമായിട്ടാണ് കുട്ടികൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാം. ബോലോ ഭഗവാൻ വാച്ച് है ना, का महाशत्रु है अभी तो ये कलियुगी दुनिया विनाशनी है. അതുകൊണ്ട് നിങ്ങൾ പറഞ്ഞു കൊടുക്കണം ഇത് ഭഗവാൻ വാച്ചാണ്, ഭഗവാന്റെ മഹാവാക്യം. എന്താണത്? കാമ മഹാശത്രുവാണ്. ഇപ്പൊ ഇത് കലിയുഗാണ്, ഈ ലോക വിനാശമാകും. देवता धर्म स्थापना हो रहा है इसलिए बाबा कहते हैं ഇത് കലിയുഗാണ്, ഇത് വിനാശവും. ദേവതാ ധർമ്മ സ്ഥാപിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ബാബൻ അവളോട് പറയുന്നു പക്ഷേ തും പവിത്രമാണ്. ബാബൻ അവളോട് എന്താ പറയാ? കുട്ടികളെ നിങ്ങള് പവിത്രമാകണോ. കാംകോ ജീത്തോ, കാമവികാരത്തെ ജയിക്കണം. ഇസ് पर ही झगड़ा होता है. അവിടെ കാമവികാരത്തെ ജയിക്കാൻ പോകുന്നു, അതിൽ തന്നെയാണ് കലഹം നടക്കുന്നത്. तुम बड़ों बड़ों को समझाते हो, गवर्नर का नाम सुन सब चले आएंगे इसलिए युक्ति रची जाते हैं. വലിയ വലിയ ആൾക്കാരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. നിങ്ങൾ ഗവർണറോ അല്ലെങ്കിൽ വലിയ വലിയ ആൾക്കാരെ വിളിക്കുന്നു, അപ്പൊ എല്ലാവരും വരും. ഇസ്ലിയെ യുക്തി രച്ചി ജാതി. അതുകൊണ്ട് എന്തെങ്കിലും ഒരു കാര്യം, ഒരു ഇനാഗ്രേഷൻ വേണം, എന്താണെങ്കിലും വലിയ ആൾക്കാരെ വിളിക്കണം. അപ്പോൾ ആൾക്കാർ വരും. ഇതൊരു യുക്തിയാണ്. हो सकता है उसमें से कोई अच्छी रीति समझ जाए. ചിലപ്പോൾ ഇങ്ങനെ ഉണ്ടാവാം. ആരൊക്കെ അവരെ വലിയ വലിയ ആൾക്കാർ വന്നാൽ ചിലപ്പോൾ അവര് നല്ല പോലെ ജ്ഞാനം മനസ്സിലാക്കാം. ബഡോं का नाम सुन ढेर आ जाएंगे. വലിയ വലിയ ആൾക്കാർ വന്നാൽ കുറെ പേര് വരും. ഇപ്പൊ മോദി ഇടയ്ക്ക് വന്നാൽ, അതായത് ബാബ പറഞ്ഞത് വലിയ വലിയ ആൾക്കാരുടെ പേര് കേട്ടാൽ മതി, ജനങ്ങൾ ഇഷ്ടം പോലെ വരും. ഹോ സക്താ ഹെ കോയി ബഡാബി ആ ജായ്. ഇത് ചിലപ്പോൾ ഉണ്ടാവാം, വലിയവർ ആരെങ്കിലും വരും. ഹേത്തോ ബഹുത്ത് മുഷ്കിൽ. വലിയ വലിയ ആൾക്കാർ ഇവിടേക്ക് വരാന്ന് പറഞ്ഞാൽ അത് പ്രയാസം തന്നെയാണ്. അത്ര പെട്ടെന്നൊന്നും ആൾ വരില്ല. बाबा कितना लिखते बच्चे जिससे उद्घाटन कराओ उनको पहले समझाओ जरूर कि ऐसे मनुष्य से देवता बन सकते. ബാബൻ അവരുടെ കുട്ടികളോട് എന്താ പറയാ? ആരാണോ ആരെ കൊണ്ടാണോ നിങ്ങൾ ഉദ്ഘാടനം ചെയ്യിപ്പിക്കുന്നത് അവർക്ക് ആദ്യം ബാബയുടെ ജ്ഞാനം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. അപ്പൊ അവര് മനസ്സിലാക്കും ഞങ്ങള് മനുഷ്യരിന് ദേവതകളാകാൻ സാധിക്കും. വിശ്വമേ ശാന്തി ഹോ സക്തി ഹെ. ഈ ലോകത്തില് ശാന്തി ഉണ്ടാവും. स्वर्ग में ही विश्व में शांति और सुखता. ऐसे ऐसे भाषण करो और अकबर में पढ़े तो फिर तुम्हारे पास इतने ढेर आने लग जाएंगे जो तुमको नींद भी करने नहीं देंगे. അങ്ങനെ പറയുന്നത് നിങ്ങൾ ഈ ഒരു സ്വർഗം എന്ന് പറയുന്നത് അവിടെയായിരുന്നു മുഴുവൻ ലോകത്തിലെ ശാന്തി സുഖം ഉണ്ടായിരുന്നു. ഇങ്ങനെ നിങ്ങൾ പ്രഭാഷണം ചെയ്യാം, പത്രങ്ങളിലും കൊടുക്കാം, വലിയ വലിയ ആൾക്കാരെ ക്ഷണിക്കാം. അപ്പൊ ബാബ പറയാണ് നിങ്ങളെടുത്ത് ഇഷ്ടം പോലെ ആൾക്കാർ വരും, നിങ്ങൾക്ക് ഉറങ്ങാനോ പോലും സമയം കിട്ടില്ല എന്നാണ് ബാബ. അത്രേ തിരക്കായിരിക്കും ഇവിടെ എന്നാണ് ബാബ പറയുന്നത്. കാരണം അവർക്ക് മനസ്സിലാവണമല്ലോ. അതുകൊണ്ട് അങ്ങനെ നിങ്ങൾ യുക്തി രചിക്കണം. നീന്ത് ഫിറ്റ്നസ് പെടുക കാരണം നിങ്ങൾക്ക് നിങ്ങൾ ഉറക്കം ഒഴിവാക്കണമെന്നാണ് ബാബ പറയാ. കാരണം ആൾക്കാർ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അവർക്ക് ജ്ഞാനം കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം?
ഏത് സമയത്ത് അവർ വന്നാൽ നമ്മൾ റെഡിയായിരിക്കണം. സർവീസ് യോഗ സേ ബൽ ഭി ആതാ ഇസ്ലിയെ തുമ്ഹാരി കമായി ഹോത്തി. നിങ്ങൾ സേവ ചെയ്താൽ യോഗ ചെയ്താൽ നിങ്ങൾക്ക് ശക്തി കിട്ടും, അതുകൊണ്ട് നിങ്ങൾക്ക് സമ്പാദ്യമായി. കമായി കർണേ വാലോം കോ കഭി ഉബാസി നഹി ആത്തി. സമ്പാദിക്കുന്നവർ കോട്ടുവായി വരില്ല, ഉറക്കം വരില്ല, അവർക്ക് ആലസ്യം. എപ്പോഴും അവരെങ്ങനെയായിരിക്കും? എപ്പോഴും ഫ്രഷ് ആയിരിക്കും. കണ്ടിട്ടോ റെയിൽവേ സ്റ്റേഷനിലൊക്കെ പോയാൽ എപ്പോഴും അവർ രാവു പകല് ട്രെയിനോടും അവരും ചെയ്യും. അവർക്ക് വർക്കൊന്നും വേണ്ട, അവർക്ക് ആകെ ഒരു ലക്ഷ്യമുള്ള സമ്പാദിക്കണം. അപ്പൊ അവരുടെ സമ്പാദിക്കുന്നവർക്ക് എന്തുണ്ടാവില്ല? വർക്ക് വരില്ല, കോട്ടുവായി വരില്ല. ജുട്ടുക്ക നഹി ആയേക. അല്ലേ, ഞാൻ ഫസ്റ്റ് ജാനത്തിൽ വന്നപ്പോൾ ഒരു നാട്ടൊക്കെ ഉണ്ടായിരുന്നു. ഒരമ്മ ഈ പഴ കൊട്ട ഉണ്ടല്ലോ, അതിൽ പഴ വെച്ച് ഇങ്ങനെ ഇരിക്കുമ്പോൾ കുറേ ആൾക്കാർ വന്നില്ല. അപ്പോൾ ഉറങ്ങാൻ തുടങ്ങി. അതാണല്ലോ, സമ്പാദ്യമില്ലെങ്കിൽ ഉറങ്ങാൻ തുടങ്ങി. ഒന്ന് വിളിച്ച് നോക്കി കേട്ടില്ല, രണ്ടാമത്തെ വിളിച്ച് കേട്ടില്ല. അപ്പോൾ കണ്ണ് തുറന്ന് നോക്കുമ്പോൾ ഒന്നുമില്ല. അതുപോലെ നമ്മുടെ അവസ്ഥ. നമ്മൾ മുരളി കേൾക്കുമ്പോൾ യോഗ ചെയ്യുമ്പോൾ ഉറങ്ങിയാൽ കള്ളൻ മോഷ്ടിച്ചു കൊണ്ടുപോകും. അതുകൊണ്ടാണ് ബാബ പറയാ എന്ത് രണ്ട് പാടില്ല എന്ന്, കോട്ടുവായി ഇടാൻ പാടില്ല, രണ്ട് വർക്ക് വരാൻ പാടില്ല. കമായി സെ പേട്ട് ഭർ ഗയാ ഫിർ നീന്ത് നഹി ആത്താ ഹൈ. സമ്പാദിച്ച് വയറ് നിറഞ്ഞു ഫിർ നീന്ത് നഹി ആത്തേ ഹൈ. പിന്നെ ഒരിക്കലും നമുക്ക് ഉറക്കം വരില്ല. जैसे रेगुलर हो जाते हैं, तुम भी बहुत बारी कमाई करते हैं ना. അവർക്കത് ശീലമായി, റെഗുലറായി. കൂടുതൽ അവർക്ക് കിട്ടുമ്പോൾ അവരെന്ത് ചെയ്യും? പിന്നെ ഒരു നേരത്തെ പോയി ചെയ്യാൻ തുടങ്ങും. അതേപോലെ ഭാവന നമുക്ക് ഇവിടെ കിട്ടുന്നത് ഏറ്റവും വലിയ സമ്പാദ്യമാണ്. ഉപാസി ദേവാല നിക്കലിനെ വാലെ കത്തെ. ഈ ദരിദ്രരായവർ അവരാണ് എപ്പോഴും കൊട്ടുപായിട്ടുകൊണ്ടേയിരിക്കും, അവർക്ക് എപ്പോഴും അലസ്തായിരിക്കും. जो अच्छे रीति समझते याद में रहते उनको उबासी भी नहीं आएगी. ആരാണോ നല്ല പോലെ മനസ്സിലാക്കുന്നോ ഭാവി ഓർമ്മിക്കുന്നോ അവർക്ക് ഒരിക്കലും കോട്ടുവായു പോലും വരില്ല എന്നാണ്. അവർക്ക് അവരടുത്ത് വർക്ക് കൂടി വരില്ല. അഗർ മിത്ര സംബന്ധി അത് യാദ് ആത്തേ തോ ഉപാസി ആത്തേ രഹേഗെ. എപ്പോഴാ കോട്ടുവായു വരാ, എപ്പോഴാ വർക്ക് വരാ? ബന്ധുമിത്രാദികളുടെ ഓർമ്മ വന്നാൽ നമുക്ക് കോട്ടുവായു വരും. ഈ നിശാനിയായ ഇതൊക്കെ അടയാളങ്ങളാണ്, ലക്ഷണമാണ്. അപ്പൊ ഉറക്ക തോന്നുക വെച്ചാൽ എന്താ അർത്ഥം? ബുദ്ധിയിൽ വേറെ എന്തോന്ന് അറിഞ്ഞിട്ടുണ്ട് എന്നാണ്. അതുകൊണ്ടാണ് പറയുക, അല്ലെങ്കിൽ കോട്ടുവായി വരും. ഇതൊക്കെ അതിന്റെ ലക്ഷണങ്ങളാണ്. അപ്പൊ മനസ്സിലാക്കാൻ എനിക്ക് ഉറക്കം വരുന്നുണ്ട്, എനിക്ക് കോട്ടുവായി വരുന്നുണ്ട്, എന്റെ ബുദ്ധി എവിടെയോ അലയുന്നുണ്ട്. സ്വർഗമേ തുമക്കോ ഉപാസി ആദി കവി ആയേകാഹിനേ. സ്വർഗത്തിന് പറഞ്ഞ് എനിക്ക് ഒരിക്കലും കോട്ടുവായി വരില്ല, കാരണം അവിടെ ക്ഷീണമില്ല, എപ്പോഴും ഫ്രഷാണ്. बाप का वर्षा पा लिया तो वहां सोना उठना बैठना कायदेसर चलता है. നമ്മുടെ ബാബേനെ സ്വത്ത് നേടിക്കഴിഞ്ഞു. അതുകൊണ്ട് നമ്മളവിടെ എഴുന്നേൽക്കുന്നത്, ഉറങ്ങുന്നത്, ഇരിക്കുന്നത് നിയമാനുസരിച്ചാണ്. एक्यूरेट आत्मा लीवर बन जाती है, അത് സറണ്ടർ ബനി ഹെ. ബാബ പറയാണ് ആത്മകൃത്യമായിരിക്കും. അതിനാണ് ബാബ ഇപ്പൊ അടുത്ത് പറഞ്ഞത് ലിവർ ഗഡി സറണ്ടർ ഗഡി എന്ന് ബാബ പറഞ്ഞില്ലേ. ലിവർ ഗഡി എന്നാണ് പറയുന്നത്. ലിവർ വെച്ചാൽ അത് കൃത്യമായിരിക്കും. ഇപ്പോഴോ കൃത്യം അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിപ്പോയി. ഇവിടെ 100 വാച്ച് ഉണ്ടെങ്കിൽ 100 സമയങ്ങളായിരിക്കും അല്ലേ. ഇവിടെ ഉണ്ട് 3-4 വാച്ച്, അത് 4 ടൈം കാണിക്ക. എത്ര വാച്ച് ഉണ്ട് അത്ര ടൈമാ. അതുകൊണ്ട് ബാബ പറയാണ് ലിവർ ഗഡി എന്നാണ് പറയുന്നത്. കൃത്യമായിരിക്കുന്ന സമയമായിരിക്കും. तो उसको ലിവർ ബനാന. ഇപ്പൊ പറയുന്നത് അത് അങ്ങോട്ടും ഇങ്ങോട്ടും സമയം കാണിക്കുന്നില്ല. അതിന് ഇപ്പൊ എന്താക്കണം? ലിവർ ബനാന, അതായത് കൃത്യമാക്കണം. ലിവർ സറണ്ടർ ये गडियों के नाम है. ऐसा कोई बना सकते हैं, कोई नहीं बना सकते. ഇത് രണ്ടോ പിന്നെ ലിവർ ഗഡി സറണ്ടർ ഗഡി എന്നാണ് ബാപ്പർ. ഇത് രണ്ടും ഈ ക്ലോക്കിന്റെ പേരാണ്. പക്ഷെ ഇങ്ങനെ കോയി ബനാസക്ത കോയി ബനാ നഹി സക്ത. ചിലവർക്ക് അതുണ്ടാക്കാം, ചിലവർക്ക് ആവാം, ചിലവർക്ക് ആവാൻ സാധിക്കില്ല. ചിലവർക്ക് കൃത്യമായിരിക്കും, ചിലവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ചൊക്കെ ആവും. ചിലപ്പോൾ ഉറക്ക് തോന്നും, ചിലപ്പോൾ ബാബ പറയുന്ന പോലെ കോട്ടുവായി വരും. അങ്ങോട്ടും ഇങ്ങോട്ടോ തിരിഞ്ഞ് മറിഞ്ഞ്
ബാബ പറയാണ് അല്ല എന്നാണ് പറയുന്നത്. കൃത്യമായിരിക്കണം നമ്മുടെ പുരുഷാർത്ഥം. അച്ഛാ मीठे मीठे सिखलदे बच्चों प्रति माता पिता बाप दादा का याद पर और गुड मॉर्निंग. रूहानी बाप की रूहानी बच्चों को नमस्ते. हम रूहानी बच्चों की रूहानी बाप दादा को नमस्ते नमस्ते. धारणा पॉइंट. बंधन मुक्त बनने वो अपनी उन्नति करने के लिए बुद्धि ज्ञान से सदा भरपूर रखने. ഒന്നാമത്തെ പോയിന്റ് ബന്ധനമുക്തരാകാനും അവനവന്റെ ഉന്നതി ചെയ്യാൻ വേണ്ടി ബുദ്ധി ജ്ഞാനം കൊണ്ട് സമ്പന്നായിരിക്കണം. ജ്ഞാനം കൊണ്ട് സദാ സമ്പന്നായിരിക്കണം. അതായത് നിറഞ്ഞിരിക്കണം. मास्टर ज्ञान सागर बन सुदर्शन चक्रधारी होकर याद में बैठना. മാസ്റ്റർ ജ്ഞാന സാഗരനായി സുദർശന ചക്രധാരിയായി ഓർമ്മയിലിരിക്കണം. മാസ്റ്റർ ജ്ഞാനസാഗരനായി സുദർശന ചക്രധാരിയായി ഓർമ്മയിലിരിക്കണം. सेकंड पॉइंट नींद को जीतने वाला बन याद और सेवा का बल जमा करना है. രണ്ടാമത്തെ പോയിന്റ് നിദ്രയെ ജയിക്കുന്നവരായി ഓർമ്മയോ സേവയുടെ ഫലം ശേഖരിക്കണം. ഓർമ്മയുടെ ശക്തിയോ സേവയുടെ ശക്തിയെ ശേഖരിക്കണം. कमाई में कभी सुस्ती नहीं करनी है, जुटका नहीं खाना है. സമ്പാദിക്കുമ്പോൾ ഒരിക്കലും ആലസ്യം പാടില്ല, ഉറക്ക തൂങ്ങരുത്. वरदान विश्व में ईश्वरीय परिवार के स्नेह का बीज बोने वाले विश्व सेवाधारी भव. വിശ്വത്തിൽ ഈശ്വരീയ പരിവാരത്തിന്റെ സ്നേഹത്തിന്റെ വിത്ത് വിതറുന്ന വിശ്വസേവാധാരിയായി ഭവിക്കട്ടെ. വിശ്വത്തിലെ ഈശ്വരീയ പരിവാരത്തിന്റെ സ്നേഹത്തിന്റെ വിത്ത് നടുന്ന അഥവാ വിതറുന്ന വിശ്വസേവാധാരിയായി ഭവിക്കട്ടെ. आप विश्व सेवादारी बच्चे विश्व में ईश्वरीय परिवार के स्नेह का बीज बो रहे हो. നമ്മൾ വിശ്വസേവാധാരികളായ കുട്ടികള് വിശ്വത്തിലെ ഈശ്വരീയ പരിവാരത്തിന്റെ സ്നേഹത്തിന്റെ വിത്ത് വിതറിക്കൊണ്ടിരിക്കുകയാണ്. चाहे कोई नास्तिक हो या आस्तिक हो. അത് അവർ ആസ്തികരായിരിക്കുക അല്ലെങ്കിൽ നാസ്തികരായിരിക്കുക. सबको अलौकिक और ईश्वरीय स्नेह की निस्वार्थ स्नेह की अनुभूति कराना ही बीज बोना. എല്ലാവർക്കും അലൗകിക അഥവാ ഈശ്വരീയ സ്നേഹത്തിന്റെ നിസ്വാർത്ഥ സ്നേഹത്തിന്റെ അനുഭൂതി ചെയ്യിക്കുക, ഇതാണ് വിത്ത് വിതറുക. ये बीज सहयोगी बनने का वृक्ष स्वतः ही फायदा करता है. ഈ ബീജം സഹയോഗികളാകാനുള്ള വൃക്ഷത്തെ താനെ ഉണ്ടാക്കും. സഹയോഗികളാകുന്ന വൃക്ഷം താനെ ഉണ്ടാക്കും. और
समय पर सहज योगी बनने का फल दिखाई देता है. അപ്പം സമയത്തിൽ സഹജയോഗിയാകുന്ന ഫലവും കാണും. सिर्फ कोई फल जल्दी निकलता और कोई फल समय पर निकलता. പിന്നെ അതിന് കിട്ടുന്ന ഫലം ചിലത് പെട്ടെന്ന് കിട്ടും, ചിലത് സമയത്തിൽ കിട്ടും. ചിലത് സീസണിലേ കിട്ടുള്ളൂ, ചിലത് എപ്പോഴും കിട്ടും. ചിലത് വെള്ളം ഒഴിച്ചാലേ മുളയ്ക്കുള്ളൂ, ചിലത് മഴ പെയ്താലേ മുളയ്ക്കുള്ളൂ. അതാണ്. പക്ഷെ എന്തായാലും വിത്തിട്ടത് അതിന്നില്ലെങ്കിലോ നാളെ മുളയ്ക്കും. എന്താ പറഞ്ഞു ബാബ? വിശ്വത്തിലെ ഈശ്വരീയ പരിവാരത്തിന്റെ സ്നേഹത്തിന്റെ വിത്ത് വിതറുന്ന വിശ്വസേവാധാരിയായി ഭവിക്കട്ടെ. നമ്മൾ വിശ്വസേവാധാരികളായ കുട്ടികൾ വിശ്വത്തിലെ ഈശ്വരീയ പരിവാരത്തിന്റെ സ്നേഹത്തിന്റെ വിത്ത് വിതറിക്കൊണ്ടിരിക്കുന്നു. അതവർ നാസ്തികരാവാ അഥവാ ആസ്തികരാവാ, എല്ലാവർക്കും അലൗകിക ഈശ്വരീയ സ്നേഹത്തിന്റെ നിസ്വാർത്ഥ സ്നേഹത്തിന്റെ അനുഭൂതി ചെയ്യിപ്പിക്കുന്നതാണ് വിത്ത് നടുന്നത്. ഈ ബീജം സഹയോഗികളായി ഈ വൃക്ഷത്താനെ വലുതാവും, വളരും. സമയത്തിൽ സഹജയോഗിയാകുന്ന ഫലം അവരുടെ കാണും. കേവല ചില ഫലം നമുക്ക് പെട്ടെന്ന് കിട്ടും, ചിലതിൻ്റെ സമയത്തിൽ അതിൻ്റെ ഫലം കിട്ടും. പക്ഷെ എന്തായാലും വിത്തിട്ടതിൻ്റെ ഫലം എന്നില്ലെങ്കിൽ നാളെ കിട്ടും. ഏത് വിത്ത് വേണോ? സ്നേഹത്തിൻ്റെ വിത്ത്. അതായത് ഈശ്വര പരിവാരത്തിൻ്റെ സ്നേഹത്തിൻ്റെ നിസ്വാർത്ഥമായ സ്നേഹത്തിൻ്റെ വിത്ത് ഇടണം. അപ്പം അത് ഇന്നില്ലെങ്കിൽ നാളെ फल किട്ടും. स्लोगन: भाग्यदाता बाप को जानना, पहचाना और उनके डायरेक्ट बच्चे बन जाना, ये सबसे बड़ा भाग्य है. ഭാഗ്യവിദാതാവായ ബാബയെ മനസ്സിലാക്കുക, തിരിച്ചറിയുക, അവരുടെ ഡയറക്റ്റ് കുട്ടിയാകുക, ഇതാണ് ഏറ്റവും വലിയ ഭാഗ്യം. इन्नते अव्यक्त इशारा 27. विशेष रूप से अपने मनसा शक्ति द्वारा, वाणी की शक्ति द्वारा, अपने संग के रंग द्वारा, संबंध के स्नेह द्वारा, खुशी के अकुट खजानों द्वारा, വിശേഷമായ രൂപത്തിൽ നമ്മുടെ മനസാശക്തിയിലൂടെ, വാണി ശക്തിയിലൂടെ, നമ്മുടെ സംഘത്തിന്റെ പ്രഭാവത്തിലൂടെ, സംബന്ധത്തിന്റെ സ്നേഹത്തിലൂടെ, खुशी के अकट खजानों द्वारा, സന്തോഷത്തിന്റെ അളവറ്റ ഖജനാവിലൂടെ, അഖണ്ഡ ദാൻ കർത്തേ രഹോ, അഖണ്ഡമായി ദാനം ചെയ്തുകൊണ്ടേയിരിക്കുക. कोई भी आत्मा संपर्क में आए तो भी खुशी के खजानों से संपन्न हो करके जाए. ഏത് ആത്മാവ് സങ്കല്പത്തിൽ വരുന്നോ അവർ സന്തോഷത്തിന്റെ ഖജനാവിലൂടെ സമ്പന്നരായി പോണോ. ऐसे अखंड महादानी बनो तब कहेंगे परोपकारी. ഇങ്ങനെ അഖണ്ഡ മഹാദാനികളാകണം, അപ്പോഴേ പരോപകാരി എന്ന് പറയാൻ സാധിക്കും. അതുകൊണ്ട് ആര് വന്നാലും ഒരു കാലി കയ്യിൽ പോകരുത്. എല്ലാവർക്കും നമ്മുടെ അടുത്ത് എന്തുണ്ട് അത് കൊടുക്കണം. അവർ സന്തോഷത്തിന്റെ ഖജനാവിൽ സമ്പന്നരായി പോകും.
अच्छा, ओम शांति. എല്ലാവർക്കും ഓം ശാന്തി. ഗുഡ് മോർണിംഗ്. ഓം ശാന്തി. बाबा तुम्हारी शिक्षाएं सदा है संग हमारे, बाबा तुम्हारी शिक्षाएं सदा है संग हमारे, चलते रहेंगे जीवन भर तेरी श्रीमत के सहारे, चलते रहेंगे जीवन भर तेरी श्रीमत के सहारे, बाबा तुम्हारी शिक्षाएं सदा है संग हमारे, बाबा तुम्हारी शिक्षाएं सदा है संग हमारे। ना दुख देना ना दुख लेना तूने हमें सिखाया है, ना दुख देना ना दुख लेना तूने हमें सिखाया है, शुभ चिंतक बन रहना सबका तूने पाठ पढ़ाया है, शुभ चिंतक बन रहना सबका तूने पाठ पढ़ाया है, अपकारी पर कर उपकार यही है शब्द तुम्हारे, अपकारी पर कर उपकार यही है शब्द तुम्हारे, बाबा तुम्हारी शिक्षाएं सदा है संग हमारे, बाबा तुम्हारी शिक्षाएं सदा है संग हमारे। निंदक को भी स्नेह देना कहती तेरी वाणी है, कांटों को जो फूल बनाए तेरी वो दिव्य कहानी, निंदक को भी स्नेह देना कहती तेरी वाणी है, कांटों को जो फूल बनाए तेरी वो दिव्य कहानी है, तू रचता है उन गुणों का जो सबसे है न्यारे, तू रचता है इन गुणों का जो सबसे है न्यारे, बाबा तुम्हारी शिक्षाएं सदा है संग हमारे, बाबा तुम्हारी शिक्षाएं सदा है संग हमारे। सबके गुणों को तुम्हें उठाना, अवगुण किसी के ना अपनाना, सबके गुणों को तुम्हें उठाना,
अवगुण किसी के ना अपनाना, गिरते हुए को गले लगाना, सबको ज्ञान की राह दिखाना, गिरते हुए को गले लगाना, सबको ज्ञान की राह दिखाना। बजते रहेंगे इन कानों में तेरे ज्ञान नगारे, बजते रहेंगे इन कानों में तेरे ज्ञान नगारे। बाबा तुम्हारी शिक्षाएं सदा है संग हमारे, बाबा तुम्हारी शिक्षाएं सदा है संग हमारे। चलते रहेंगे जीवन भर तेरी श्रीमत के सहारे, चलते रहेंगे जीवन भर तेरी श्रीमत के सहारे। बाबा तुम्हारी शिक्षाएं सदा है संग हमारे, बाबा तुम्हारी शिक्षाएं सदा है संग हमारे। तुम निगाहों में हो बाबा, और कुछ देखने की जरूरत नहीं, जरूरत नहीं। तुम्ही दिल जिगर में बसे हो सदा, और दिल की कोई हसरत नहीं, हसरत नहीं। तुम निगाहों में हो बाबा। शब्दों में हम कह पाए नहीं इतना प्यार करते हो, पढ़ते नहीं धरती पर कदम इतनी शक्ति भरते हो। तुम्ही मन के मंदिर में हो बाबा, बसे और कोई मूरत नहीं, मूरत नहीं। तुम निगाहों में हो बाबा। दिन रात मेरी तकदीर को तुम ही तो सजाते, सुख सागर में लहराए मन जो खुद सा बनाते। इन नैनों में तेरे सिवा बाबा बसे कोई भी सूरत नहीं, हाँ सूरत नहीं। तुम निगाहों में हो बाबा।
जीवन दिया फूलों जैसे मुस्कान दी। अब तो हर पल गाए दिल बातें तेरे एहसान की। पाके तुझे सब कुछ पाए और दिल की कोई चाहत नहीं, चाहत नहीं। तुम्हें तुमने निगाहों में हो बाबा, और कुछ देखने की जरूरत